السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥമടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഭാഗം ദീനിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ മതചിഹ്നങ്ങളെ ശആഇറുദ്ദീൻ ദീനിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കൽ, ഇസ്തിഹ്സാഉ ബിശൈഇൻ മിനദ്ദീൻ ദീനിലെ വല്ലതിനെയും പരിഹസിക്കൽ അത് കുഫ്റാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ഖൗല് കൊണ്ടുള്ളതും ഫെയില് കൊണ്ടുള്ളതും പറഞ്ഞു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, നബിയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ സ്ഥിരപ്പെട്ട വചനങ്ങളെ പരിഹസിക്കുക, ഉദാഹരണമായി താടി വളർത്തുക, മീശ വെട്ടുക, മിസ്വാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെപ്പോലും പരിഹസിക്കുന്നുവെങ്കിൽ അതൊക്കെ ഈമാൻ ഇല്ല എന്നതിനുള്ള, കുഫർ ഉള്ളിലുണ്ട് എന്നതിനുള്ള ലക്ഷണമായിട്ടാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി നമുക്ക് മുനാഫിക്കുകളുടെ മറ്റൊരു വിഷയമാണ് അവിടെ വായിക്കാനുള്ളത്. ഖാല ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞുകൊണ്ട് 72-ാമത്തെ പേജ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ആയത്ത് പറഞ്ഞു. മുനാഫിക്കുകൾ നബിയെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചൊക്കെ മോശമായി പറഞ്ഞതും അതിൽ ആയത്തിറങ്ങിയതും പറഞ്ഞു. ഞങ്ങൾ കളി തമാശയായി പറഞ്ഞതാണെന്ന് പറയുമെന്നും, പക്ഷേ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും എന്ന ആയത്തും അതിൻ്റെ അവതരണ പശ്ചാത്തലവും പറഞ്ഞു. ഇനി അതിൻ്റെ അവതരണ പശ്ചാത്തലമായി മറ്റൊരു സംഭവം ചില തഫ്സീറുകൾ കാണുന്നു. ഇബ്നു കസീർ അടക്കമുള്ള പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയ മറ്റൊരു സംഭവം സനദ് കൊണ്ട് അതിൽ ചെറിയ ലോഴ്ഫുകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ സംഭവമാണ് പൊതുവെ എല്ലാവരും അതിൻ്റെ സംഭവ ന്യൂസിലായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇമാം ഇബ്നു കസീറൊക്കെ ഈ സംഭവം കൂടി അതിൻ്റെ കൂടെ അനുബന്ധമായി പറഞ്ഞത് കാണാൻ കഴിയും. അത്തരമൊരു സംഭവമാണ് ശേഷം ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ നൽകുന്നത്. അതാണ് ഖാല ഇബ്നു ഇസ്ഹാഖ്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ പറയുന്നു. സീറ എഴുതിയ, ചരിത്രം എഴുതിയ പണ്ഡിതനാണ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ. സീറത്ത് ഇബ്നു ഇസ്ഹാഖ് എന്നത് പൊതുവെ അറിയപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥമാണ്. എന്നാൽ താരതമ്യേന പൊതുവെ ദുർബലമായ അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത ധാരാളം ചരിത്ര സംഭവങ്ങൾ അതിൽ പറയാറുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഇസ്ഹാഖ് മാത്രം വന്നാൽ അത്ര വലിയ ഒരു അവലംബമായി പൊതുവെ സ്വീകരിക്കപ്പെടാറില്ല. പക്ഷേ ഇത് പല തഫ്സീറിലും മറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ സനദ് വെച്ച് നോക്കുമ്പോൾ ചില ദുർബലതകൾ അതിൽ ഉണ്ട് താനും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സംഭവം എന്തോ ആവട്ടെ, ആ ആശയം ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്ന ആശയം തന്നെയാണ്. അവിടെ ആശയത്തിന് കുഴപ്പമൊന്നുമില്ല. ആ സംഭവം ഉണ്ടോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം. പക്ഷെ ആ ആശയം ഏതായിരുന്നു നേരത്തെ പറഞ്ഞ ആശയത്തിൽ അതേ തത്വം തന്നെയാണ് ഇതിലും ഉള്ളത്. അതുകൊണ്ട് ആയിരിക്കാം ഷെയ്ഖ് റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു കൊടുത്തത്. ഖാല ഇബ്നു ഇസ്ഹാഖ് വഖദ് കാന ജമാഅത്തുൻ മിനൽ മുനാഫിഖീൻ മുനാഫിഖുകളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, കപടവിശ്വാസികളായ ഒരു സംഘം ആളുകളായിരുന്നു. മിൻഹും വദീഅത്ത് ബിൻ സാബിത്ത്, അതിൽപ്പെട്ട ആളാണ് വദീഅത്ത് ബിൻ സാബിത്ത്. ആ ജമാഅത്തിലുള്ള ഒരാളുടെ പേരാണ് വദീഅത്ത് ബിൻ സാബിത്ത്. അഖൂ ബനി ഉമയ്യ ഇബ്നു സയ്യിദ് ബിൻ അംർ ബിൻ ഔഫ്, ബനു ഉമയ്യയുടെ സഹോദരനായ വദീഅ ഇബ്നു സാബിത്ത്. വറജുൽ മിൻ അസ്ജർ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാളും. ഹലീഫുൽ ലി ബനി സലമ, ബനു സലമയുമായി സഖ്യത്തിലായി നിൽക്കുന്ന അസ്ജർ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാളും. യുഖാലുഹു മഖ്ശി ഇബ്നു ഹുമൈർ, മഖ്ശി ഇബ്നു ഹുമൈർ എന്ന് പറയപ്പെടുന്ന മറ്റൊരാളും. അപ്പോൾ വദീഅത്ത് ബിൻ സാബിത്തും മഖ്ശി ഇബ്നു ഹുമൈറും അടങ്ങുന്ന ഒരു സംഘം
മഖ്ശി അശ്ചയ കുടുംബത്തിൽപ്പെട്ടതാണ്. ആ അശ്ച ആവട്ടെ ബനൂ സലമയുമായി സഖ്യത്തിൽ നിൽക്കുന്ന സംഘവുമാണ്. നബിക്കെതിരെ പുറപ്പെടുന്ന ബനൂ സലമയുമായി സഖ്യത്തിലുള്ള സംഘവുമാണ്. അവർ യുഷീറുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൻതലിഖുൻ ഇലാ തബൂക്ക്. തബൂക്ക് യുദ്ധത്തിലേക്ക് നബിയും സഹാബത്തും പുറപ്പെട്ടു പോകുമ്പോൾ ഇവർ നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഈ സംഘം പറഞ്ഞു. ഇവരൊക്കെ ആ സംഘത്തിലുണ്ട്, മുനാഫിഖ് സംഘമുണ്ട്, ആ സംഘത്തിൽ വദീഅത്തുമുണ്ട്, മഖ്ശിയുമുണ്ട്. അങ്ങനെയുള്ള സംഘമാണ്. ആ സംഘത്തിൽ ചില ആളുകൾ പറഞ്ഞു, ഫഖാല ബഅ്ദുഹും ലിബഅ്ദിൻ, അവർ പരസ്പരം പറഞ്ഞു, അതായത് സംഘത്തിൽ ചില ആളുകൾ തമ്മിൽ പറഞ്ഞു, അതഹ്സബൂന ജല്ലാദ ബനിൽ അസ്ഫർ കഖിതാലിൽ അറബി ബഅ്ദിഹിം ബഅ്ദാ. ബനിൽ അസ്ഫറുമായുള്ള ഏറ്റുമുട്ടൽ അറബികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയാണ് എന്നാണോ ഇപ്പോൾ വല്ല വിചാരം? അതായത് ഇവരിപ്പോൾ നബിനെ പറ്റി പറയാണ്, ഒരു അറബിയാളിങ്ങനെ തമ്മിൽ ഒരു കൊണ്ടും കൊടുത്തൊക്കെ പണ്ടേ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ കളി കുറച്ച് ഗൗരവമുള്ള കളിയാണ്. ഇതിപ്പോൾ തബൂക്കിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിണ്ടായിരുന്നില്ല ഇവിടെ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോലെ ആവൂല അവരുമായുള്ള യുദ്ധം ചെയ്യൽ. മാത്രവുമല്ല വല്ലാഹി ലകഅന്നാ ബിക്കും ഗദൻ, അവിടെ ഗദൻ എന്നാണ്, തഫ്സീറൊക്കെ ഗദൻ എന്നാണ്. ഗദൻ മുഖറന ഫിൽ ജിബാൽ, മിക്കവാറും നമ്മളെ അഭിപ്രായം നാളെ നമ്മളൊക്കെ ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മതൻ്റെ മേലെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. ആ നിലയ്ക്ക് ഒരു ആവശ്യമില്ലാത്ത പണിക്കാണ് ഇപ്പം നബി നമ്മളെ ഇറക്കുന്നത്. ഇവർ വിശ്വാസികളാണ്, പുറത്തേക്ക് ബാഹ്യമായി ഇവർ വിശ്വാസികളാണ്, നബിയുടെ കൂടെ ടീമിലുണ്ട്. അപ്പം ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവർ പറഞ്ഞാണ് ഇതൊരു എടുത്തുചാട്ടമാണ്, ഈ പോക്ക് വേണ്ടില്ല, അറബികളായിട്ട് ഏറ്റുമുട്ടുന്ന പോലെ ആവൂല ഇവരായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഇത് കുറച്ച് പിടുത്തമുട്ട കളയിൽ പോയി. നാളെ മിക്കവാറും നമ്മളൊക്കെ ഇങ്ങനെ ഓലൊക്കെ നമ്മളെ പിടികൂടി അടിമകളാക്കി ബന്ധിച്ച് എവിടെയെങ്കിലുമൊക്കെ മതൻ്റെ മേലെ കിടക്കാനായിരിക്കും നമുക്ക് വിധി. അതിനാണ് ഇപ്പോൾ നബി നമ്മളെയും കൊണ്ട് പോകുന്നത് എന്ന് അവർ നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇർജാഫൻ വ തർഹീബൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെന്ന് ബേജാറാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പം കുറച്ചാൾക്ക് തോന്നുമല്ലോ അത് ശരിയാട്ടോ, അത് വേണ്ടിണ്ടായില്ല, നമ്മൾ തന്നെയാണ് എടുത്തു ചാടി പുറപ്പെട്ടു എന്ന് തോന്നൽ. അപ്പം നബിയുടെ തീരുമാനം ശരിയായില്ല എന്ന രൂപത്തിൽ, നബിക്കൊന്നും സാഹചര്യം മനസ്സിലാവാത്ത ആളാണ്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലോകം തിരിയാത്ത ആളാണ് എന്ന രൂപത്തിലാണ് അവരാ സംസാരം ഉണ്ടായത്. നബി പുറപ്പെടുന്നതോ അള്ളാഹിൻ്റെ വഹയി പ്രകാരമാണ്, നബിൻ്റെ ഇഷ്ടത്തിനല്ല, റബ്ബിൻ്റെ വഹയി പ്രകാരമാണ് നബി പോകുന്നത്. പക്ഷെ അതൊരു കാഴ്ചപ്പാടില്ലാത്ത പോക്കായിപ്പോയി എന്ന സംസാരം വന്നു. ഈ സംസാരം വന്നപ്പോൾ ഈ സംഘത്തിലുണ്ടാര് നമ്മൾ നേരത്തെ പറഞ്ഞു വദീഅയുമുണ്ട് മഖ്ശിയുമുണ്ട്. ഫഖാല മഖ്ശി ബിൻ ഹുമൈർ, അപ്പം മഖ്ശിയിൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഈ സംസാരം അത് കുറച്ച് ഓവറായിട്ട് മഖ്ശി തോന്നി. ആ മഖ്ശി പറഞ്ഞു വല്ലാഹി ലവദിത്തു അൻ ഉഖാല അലാ അൻ യുദ്റബ കുല്ലു റജുലിൻ മിന്നാ മിഅതു ജൽദ. എനിക്ക് തോന്നിപ്പോകാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു 100 അടി വീതം കിട്ടിയാൽ മതിയായിരുന്നു. വ ഇന്നാ ലതലഫതു അൻ യൻസില ഫീനാ ഖുർആനുൻ ലിമഖാലത്തിക്കും ഹാദി. നിങ്ങളെ ഈ വർത്തമാനത്തിൻ്റെ പേരിൽ നമ്മളെ പേരിൽ ഖുർആൻ ഇറങ്ങും, നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹ് ആയത്തൊക്കെ. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തർക്കും 100 അടി വിധിക്കപ്പെട്ടാലും അതായിരുന്നു നല്ലത്. എന്നാലും വേണ്ടില്ല, ഒരു ആയത്തിറങ്ങിയാൽ ഖിയാമത്ത് നാൾ വരെ നമ്മളെ പറ്റി ഇങ്ങനെ പിന്നെ ഈ ആയത്ത് ഓതി പോവല്ലേ. അത്ര വലിയ വർത്താനപ്പങ്ങളിൽ പറഞ്ഞത് ഇത് എനിക്കതായാലും ഇതിനോട് യോജിപ്പില്ലാർത്ഥം. നിങ്ങളെ ഈ സംസാരിച്ചതുകൊണ്ട് എനിക്ക് യോജിക്കാൻ കഴിയും. അദ്ദേഹം മാനസികമായിട്ട് അവരുടെ കൂടെ ഇത് ആ ജമാഅത്തിലുണ്ട്, പക്ഷേ അവരോട് യോജിപ്പുണ്ടായിരുന്നില്ല സംസാരത്തിൽ, സ്വഹാബിയാണ്. അപ്പം അദ്ദേഹം ഇതിന്ന് വിട്ടു എന്ന് അർത്ഥം. അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് മിക്കവാറും നിങ്ങളെ പറഞ്ഞ വർത്താനം ചില്ലറ വർത്താനമല്ല, ഇതിനെന്തായിരുന്നാലും ആയത്തിറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ജമാഅത്തിലുണ്ടല്ലോ പ്രത്യക്ഷത്തിൽ. അപ്പം അദ്ദേഹത്തെ ഭയങ്കര വിഷമായി പോയി. ഒരു ആയത്തിറങ്ങി ഇതിന് ഖിയാമത്ത് വരെ ഇങ്ങനെ ആയത്തോതി പോകുമ്പോൾ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതൊരു ഒരു പ്രയാസമല്ലേ. അതിനേക്കാളും നല്ലത് നമ്മൾ നബിയടുത്ത് പോയി പറയാം. അതിനൊരു ഹദ്, അതിന് നബിയത്ത് വല്ല ശിക്ഷയും ഏറ്റു വാങ്ങിയിട്ട് 100 അടി നമ്മൾ ഏറ്റു വാങ്ങിയാലും അതാണ് നമുക്ക് നല്ലത്. എന്നാലും വേണ്ടില്ല, ഒരു ആയത്തിറങ്ങുന്നതിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് മഖ്ശി പറഞ്ഞു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേസമയം നബിതങ്ങൾ പറഞ്ഞു ഫീമാ ബലഗനി ലി അമ്മാർ ഇബ്നു യാസിർ, അമ്മാർ ഇബ്നു യാസിറിനോട് നബി ഒന്നും അറിയില്ല, ഇവിടെ ഈ സംഭവം നടക്കുന്നു. നബിതങ്ങൾ അമ്മാറിനോട് പറഞ്ഞു അദ്രിക്കിൽ ഖൗം, നീ അവിടുത്തെ ചെല്ലണം, ഫൈനഹും ഖദ് ഇഹ്തറഖൂ, അവർ സ്വയം കരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫസൽഹും അമ്മാ ഖാലു, ഓട് പോയി ചോദിക്കണം, നിങ്ങൾ എന്താ പറഞ്ഞ് ചോദിക്കണം എന്നാണ്. അപ്പം നബിക്ക് വഹി കിട്ടിയ അർത്ഥം.
നബിക്ക് വഹി കിട്ടി. നബി അമ്മാരോട് പറഞ്ഞു, അവിടെ പോയിട്ട് അവിടെ ചോദിച്ചു നോക്ക് എന്താ അവര് പറഞ്ഞത്. ഫൈൻ അൻകറു, അവൻ നിഷേധിക്കുകയാണെങ്കിൽ, അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഫഖുൽ, അപ്പം നീ പറഞ്ഞോ ബല കുൽത്തും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നീ പോയി പറയാറ്. അവിടെ ആദ്യം പോയി ചോദിക്കുക നിങ്ങൾ എന്താ പറഞ്ഞത്. അവർ നിഷേധിക്കുകയാണെങ്കിൽ ഒരു പറഞ്ഞ വാചകൾക്ക് നീ പറഞ്ഞാ ഇത് പോയി പറയും, ഒരു ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചോദിച്ചു നോക്കുകയാണ്. അങ്ങനെ ഫന്തലഖൈലഹിം അമ്മാർ, അമ്മാർ പോയി. ഫഖാലഹും ദാലിക, ഇവിടെ സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ ഓലാകെ ബേജാറായി പോയി, കാരണം പേടിച്ചപ്പോൾ തന്നെ വഹി ഇറങ്ങി മനസ്സിലായി. ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തദിറു ഇലൈഹി, അപ്പം ഇവൻ നബിയുടെ അടുത്തേക്ക് വന്നു. അതിനൊരു എക്സ്ക്യൂസ് പറയാൻ വേണ്ടി, ഉദർ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ നബിയുടെ അടുത്തേക്ക് വന്നു. ഫഖാല വദീഅത്ത് ബിൻ സാബിത്ത്, വദീഅത്ത് ബിൻ സാബിത്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ അലാ റാഹിലതിഹി, നബി തങ്ങൾ തൻ്റെ വാഹനപ്പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വദീഅത്ത് പറഞ്ഞു, ഫജഅല യഖൂൽ വഹുവ ആഖിദുൻ ബിഹഖിഹാ യാ റസൂലല്ലാഹ് ഇന്നമാ കുനാ നഖൂദു വനൽഅബ്, നബിയെ ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് നബിയെ എന്ന് നബിയുടെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ചുകൊണ്ട് വദീഅത്ത് പറയുന്നു. അവിടെയാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ ആയത്തിറങ്ങാൻ രണ്ട് സംഭവം പറയപ്പെടുന്നു. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ സംഭവം, ഇവരെക്കാളും തീറ്റക്കുതിയന്മാരും ഇവരെക്കാളും ഭീരുക്കളുമായ ഇവരെക്കാളും കളവ് പറയുന്നവരായ മറ്റാരുമില്ല എന്ന് പറഞ്ഞ മുനാഫിക്കുകൾ. ആ വിഷയം നബിയുടെ അടുത്തെത്തി. അവർ വന്നു നബിയോട് പറഞ്ഞ നബി ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്. അപ്പം ഈ ആയത്തിറങ്ങി. അതല്ലെങ്കിൽ ഈ സംഭവത്തിൽ രണ്ടും ഒരേ ആശയമാണ്, സമാനമായ സ്വഭാവമുള്ള സംഭവങ്ങളാണ്, രണ്ട് രൂപത്തിൽ വായത്ത് വന്നു അർത്ഥം. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നു ഇന്നമാഖുദു, ഞങ്ങൾ തമാശ പറഞ്ഞ നബിയെ എന്ന് പറയുന്നു. ഈ സംഭവത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഇബ്നു ഇസ്ഹാഖ് പറയുന്നു. ഇബ്നു കസീർ രണ്ടും കൊടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ഫഖാല മഖ്ശി ഇബ്നു ഹുമൈർ, മഖ്ശി ഇബ്നു ഹുമൈർ പറഞ്ഞു, നേരത്തെ പറഞ്ഞ എതിർത്താള്, അദ്ദേഹം യാ റസൂലല്ലാഹ് ഖഅദ ബി ഇസ്മി വസ്മു അബി, നബി എൻ്റെ പേരും എൻ്റെ വാപ്പാൻ്റെ പേരും, അതുകൊണ്ട് നബി എനിക്ക് യുദ്ധത്തിന് പോരാൻ പറ്റാത്തത്. ഞാൻ മനസ്സോട് നിങ്ങളൊപ്പം ഉണ്ട്, ഞാൻ ഇവരൊപ്പമില്ല, ഇവരെ കൂടെ ഞാനില്ല. പക്ഷെ ഓരോ യുദ്ധത്തിന് പോകാത്ത പോലെ ഞാനും പോയിട്ടില്ല, പ്രത്യക്ഷത്തിൽ ഇദ്ദേഹം പോയിട്ടില്ല. എനിക്ക് പോകാതെ വെക്കാൻ കാരണം ഞാൻ ബനൂ സലമയുമായി സഖ്യത്തിലുള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരും എൻ്റെ വാപ്പാൻ്റെ പേരും, അതുകൊണ്ട് നബിയെ ഞാൻ പോരാത്ത, അല്ലെങ്കിൽ എനിക്ക് കൂടെ പോരാനാണ് താല്പര്യം എന്ന് ഇദ്ദേഹം പറഞ്ഞു. ആയത്തിന് ബാക്കിയതാണല്ലോ, നിങ്ങളിൽ ചിലർക്ക് നാം മാപ്പ് നൽകാം, എന്നാൽ മറ്റു ചിലർ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പം മാപ്പ് നൽകാം എന്ന് പറഞ്ഞത് ഈ മഖ്ശീനെ കുറിച്ചാണ്. കാരണം മഖ്ശി അവരെ വാക്കിൽ അവരെ കൂടെ ഇല്ല, ഒരു വാക്ക് പറഞ്ഞപ്പോൾ എതിർത്ത ആളാണ്, ഒരു പ്രയാസപ്പെട്ട ആളാണ്. നബിയുടെ അടുത്ത് വന്നിട്ട് തനിക്കുള്ള ന്യായമായ കാരണം ബോധിപ്പിച്ച ആളുമാണ്. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കരാർ അവിടെ ഉള്ളത് കൊണ്ട് ആ കുടുംബത്തിൽപ്പെട്ട ഞാൻ തന്നെ ഓൽക്കെതിരായിട്ട് ഇറങ്ങുക എന്നുള്ളത് കരാർ ലംഘനമാണല്ലോ, അതുകൊണ്ട് നബി ഞാൻ ഇറങ്ങാത്തത് എന്ന് പറഞ്ഞ് ആ മഖ്ശിയാണ് ഇവിടെ പറഞ്ഞ ഇന്നഅഫു അൻ ത്വായിഫ, ഒരു ത്വായിഫത്തിന് നാം മാപ്പ് നൽകും എന്ന് പറഞ്ഞ ത്വായിഫത്ത് ആരാണ്? ഈ മഖ്ശിയാണ്. ഫിഹാദിൽ ആയ മഖ്ശി ഇബ്നു ഹുമൈർ, ഈ ആയത്തിൽ പറഞ്ഞ ഇന്നഅഫു അൻ ത്വായിഫ, ഒരു കൂട്ടർക്ക് നാം മാപ്പ് നൽകാം എന്നല്ല പറഞ്ഞ ആ ഒരു കൂട്ടർ എന്ന് ഉദ്ദേശിച്ച ഒരു കൂട്ടരല്ല, ഒരു വ്യക്തിയാണ്, അഥവാ മഖ്ശി ഇബ്നു ഹുമൈറാണത്. സുമ്മിയ അബ്ദുറഹ്മാൻ, അതേപോലെ പേരടക്കം മാറ്റി പേര് അബ്ദുറഹ്മാൻ ആക്കി. ഇതോടുകൂടി എനിക്ക് ആ പേര് വേണ്ടാന്ന്. ഇപ്പം എന്തായാലും നമുക്ക് രണ്ടുപേരും കിട്ടി. ഇതാണ് അള്ളാൻ്റെ ഒരു സുന്നത്ത്. ഞാൻ പേര് അറിയപ്പെടേണ്ട ആ പേര് ഞാനും വിളിക്കാനൊക്കെയാണ് പേര് മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കിയത്. എന്നിട്ട് വസഅലല്ലാഹ അൻ യുഖ്തല ഷഹീദാ, അദ്ദേഹം ദുആ ചെയ്ത് പഠിച്ചോനെ ഞാൻ ഷഹീദായി കൊല്ലപ്പെടണം. ഒരു കുറ്റബോധം കൊണ്ട്, ഇതിലുണ്ടായ വേദന കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബേ നീ എന്നെ ഷഹീദായി കൊലപ്പെടുത്തണമേ. ലാ യുഅലമു ബിമക്കാനിഹി, എന്ന് മാത്രമല്ല സ്ഥലം പോലും അറിയാത്ത വിധം എന്നെ ഷഹീദായി നീ കൊല്ലാൻ, എനിക്ക് കൊല്ലപ്പെടാൻ നീ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അത് മയ്യത്ത് കിട്ടണ്ട, ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് കിട്ടണ്ട, എവിടെ കൊല്ലപ്പെട്ടവരും അറിയണ്ട, ആ രൂപത്തിൽ ആരും അറിയാത്ത വിധം അതിൻ്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാണ് റബ്ബേ എന്ന് അദ്ദേഹം ദുആ ചെയ്താണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം പറഞ്ഞത്, എന്നെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എന്നെ മറയ്യാനും ആരും വരണ്ട. ഞാൻ അപ്പോഴും പറയുമല്ലോ, ആ മഖ്ശീൻ്റെ മയ്യത്താണ്, ആ മഖ്ശീൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് ഞാൻ ഉണ്ടായിരുന്നു, ആ മഖ്ശീൻ്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു, അത് പറയണ്ട. അതൊന്നുമില്ലാത്ത വിധം ആരും അറിയാത്ത രൂപത്തിൽ നീ എന്നെ നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ
നീ തൗഫീഖ് നൽകണേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. ഫഖുത്ല യൗമൽ യമാമ, അങ്ങനെ യമാമ യുദ്ധത്തിന്റെ ദിവസത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഫലം യൂജദ് ലഹു അസറുൻ, പക്ഷേ കൊല്ലപ്പെട്ടു എന്നല്ല, പിന്നെ അദ്ദേഹത്തിന് യാതൊരു ശേഷിപ്പും ലഭ്യമായില്ല, മയ്യത്ത് കിട്ടില്ല എന്നാണ്. യമാമിൽ അദ്ദേഹം ഉണ്ട്, യുദ്ധം ചെയ്തു, യമാമിൽ അദ്ദേഹം ഷഹീദായി. പക്ഷെ പിന്നെ യുദ്ധം കഴിഞ്ഞിട്ട് ഷഹീദന്മാരെ മയ്യത്തൊക്കെ ശേഖരിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് മയ്യത്ത് കണ്ടില്ല എന്നാണ്. മയ്യത്ത് കിട്ടുക ആ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകി എന്നർത്ഥം. അപ്പം അല്ലാഹ് മാപ്പ് കൊടുത്തു നല്ല ഖുർആൻ ആയത്തിറക്കി, ദുആ സ്വീകരിച്ചു. അതനുസരിച്ച് തന്നെ ഇവിടെ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പം ഇവിടെയുള്ള പാഠം എന്താണ്? തെറ്റ് ചെയ്തിട്ട് പക്ഷെ ഓരോ കൂട്ടത്തിൽ പെട്ടുപോയി. നബിനെ പരിഹസിച്ചൊരു ടീമിൻ്റെ ആ സംഘത്തിൽ ഉണ്ടായല്ലോ ആ വേദന. അപ്പം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. ആ പശ്ചാത്തലം അല്ലാഹു തആല അംഗീകരിക്കുകയും ചെയ്തു. അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നാം മറ്റൊരുക്കോ അദാബിന് കാരണമാവുകയും ചെയ്തു. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫഖദ് അഖ്ബറ അന്നഹും കഫറു ബഅദ ഈമാനിഹിം, അല്ലാഹുവോട് അറിയിച്ചു അവർ അവിശ്വാസികളായിരിക്കുന്നു. ബഅദ ഈമാനിഹിം, ഈമാന് ശേഷം, മഅ ഖൗലിഹിം ഇന്നമാ തകല്ലംനാ ബിൽ കുഫ്രി മിൻ ഗൈരി ഇഅ്തിഖാദിൻ ലഹു, ഈ കുഫർ ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലാതെയാണ് എന്നവർ പറഞ്ഞിട്ടും അല്ലാഹ് പറഞ്ഞെന്താണ്? ലാ തഅ്തദിറു ഫഖദ് കഫർതും എന്നാണ്. ഒരു പറഞ്ഞ തമാശ പറഞ്ഞതാണ്, ഞങ്ങൾ അത് വിശ്വസിച്ച് പറഞ്ഞതല്ല. എന്നിട്ട് പോലും അല്ലാഹു തആല അത് കുഫറായിട്ടാണ് പരിചയപ്പെടുത്തിയത്. ബൽ ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ തമാശയായി സംസാരത്തിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടും അല്ലാഹു തആല അത് കുഫറായി പരിചയപ്പെടുത്തി. വബയ്യന, റബ്ബ് വ്യക്തമാക്കി, അന്നൽ ഇസ്തിഹ്സാ ബി ആയാത്തില്ലാഹി കുഫ്റുൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുക എന്നത് കുഫറാകുന്നു എന്നുള്ള വ്യക്തമാക്കി. കാരണം എന്താ? വലാ യകൂനു ഹാദാ, ഇത്തരം സംസാരങ്ങൾ ഉണ്ടാവുകയില്ല ഇല്ലാ മിമ്മൻ ശറഹ സുദ്റൻ ബിഹാദൽ കലാം, ഇത്തരം സംസാരങ്ങൾക്ക് മനസ്സ് വിശാലതയുള്ള ഒരാളെ തൊള്ളിന്ന് മാത്രമേ അത് വരുള്ളൂ. ശരിയായ ഈമാനുള്ള അല്ലാഹുവിനും റസൂലിനും ദീനിനോടൊക്കെ ബഹുമാനമുള്ള ഒരാളുടെ നാവ് കൊണ്ട് ഈ വക വർത്തമാനം പറയുകയില്ല. അവിടെ തമാശയാണെന്ന് പറഞ്ഞാലും ഒരു തമാശ പറയാനും കഴിയില്ല വിശ്വാസിക്ക് ആ വിഷയത്തിലൊന്നും. അതെ, ഇങ്ങനത്തെ കലാമിന് വിശാലമായത്, ഇങ്ങനത്തെ കലാമിന്, കുഫറിൻ്റെ കലാമിന് വിശാലതയുള്ള ഒരാൾ, അയാളെ നാവിൽ നിന്ന് മാത്രമേ ഇത്തരം പദപ്രയോഗങ്ങൾ വരികയുള്ളൂ. വലൗകാനൽ ഈമാനു ഫീ ഖൽബിഹി, ഇവിടെ കൽബിൽ ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലമനഅഹു അൻ യതകല്ലമ ബിഹാദൽ കലാം, ഇത്തരം കലാമിന് അവൻ തടയുമായിരുന്നു. അപ്പോൾ ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉള്ളിൽ ഉറച്ച വിശ്വാസവും അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടൊക്കെ ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും മോനത് പറയാൻ കഴിയില്ല. നമ്മൾ കണ്ടിപ്പോൾ പിന്നെ മഖ്ഷീൻ്റെ വിഷയത്തിൽ അത് കേട്ടപ്പോഴേക്കും മഖ്ഷീന് ബേജാറായി, പേരടക്കം മാറ്റി. എന്നിട്ട് അദ്ദേഹം ഷഹീദിന് വേണ്ടി ദുആ ചെയ്തു. അതാണ് ഈമാൻ. അപ്പോൾ ഈമാൻ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരിക്കൽ നബിയെ പരിഹസിക്കാൻ, അള്ളാഹിനെ പരിഹസിക്കാനൊന്നും അവന് കഴിയില്ല. വൽ ഖുർആൻ യുബയ്യിനു അന്ന ഈമാനൽ ഖൽബി യസ്തൽസിമുൽ അമല അല്ലാഹി ബിഹസബിഹി, ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ അമൽ നിർബന്ധമാക്കും. ഈമാൻ ഉണ്ടെങ്കിൽ പുറത്ത് കാണും. ഉള്ളിൽ വിശ്വാസമുണ്ടോ അതവൻ്റെ കർമ്മങ്ങളിൽ കാണും എന്ന് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെ? ഖൗലിഹി തആല വയഖൂലുന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅത്വഅനാ, മുനാഫിഖിനെ പറ്റി അല്ലാഹു ഇറക്കിയ ആയത്താണ്. വയഖൂലൂൻ, അവർ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിർറസൂൽ, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു. വഅത്വഅനാ, ഞങ്ങൾ അനുസരിക്കാമെന്ന് പറയുന്നു. സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, എന്നിട്ട് അവരൊരു സംഘമത നബിയെ തിരിഞ്ഞു പോകുന്നു. ചോദിച്ചവർ പറയും ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ നബിയെ കൂടെയുണ്ട്, എന്തിനും തയ്യാറാണ് എന്ന് പറയും. പക്ഷെ കാര്യം വരുമ്പോഴോ അവർ തിരിഞ്ഞു പോകുന്നു. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല നബിയെ. കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു, ആമന്നാന്ന് പറഞ്ഞു, അത്വയിലാന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തി എതിരായി. ചെയ്തി എന്താണ്? അനുസരിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവർ അവഗണിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല. അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അവർക്ക് വിധി പറയാൻ വിളിക്കപ്പെട്ടാൽ, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവർ ഒരു സംഗമത തിരിഞ്ഞു കളയുന്നു. വയകുല്ലഹുൽ ഹഖ് യഅതു ഇലൈഹി മുദ്ഇനീൻ, എന്നാൽ ഹക്ക് അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ കഴുത്ത് നീട്ടിപ്പിടിച്ചുകൊണ്ട് അതിലേക്ക് വരികയും ചെയ്യും. ഒരു വിഷയത്തിൽ
അള്ളാഹു റസൂൽ വിധി പറയും വരൂ എന്ന് പറഞ്ഞാൽ ആ വിധി അവർക്ക് അനുകൂലമാണെങ്കിലോ ഒരു മുമ്പേ ഉണ്ടാവും, അള്ളാഹ് വിളിച്ചാൽ വരണ്ടേ, റസൂൽ വിളിച്ചാൽ വരണ്ടേ എന്ന് പറഞ്ഞ ഒരു വരും. എന്നാൽ അവർക്ക് അനുകൂലമല്ല കണ്ടാലോ ആ വഴിക്ക് അവരുണ്ടാവുകയില്ല. അവർ മുഅ്മിനീങ്ങളല്ല. അഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ കൽബിലെന്താ രോഗമുണ്ടോ? അമിർതാബു, അതല്ല അവർ സംശയിച്ചതാണോ? അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അതോ അല്ലാഹും റസൂലും അവരെ വഞ്ചിക്കുമെന്ന ഭയമാണോ അവർക്ക്? ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും മുഅ്മിനീങ്ങളുടെ വാക്ക് ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമഇനാ വഅത്വഇനാ, വിശ്വാസികളുടെ വാക്ക് അല്ലാഹുവിലേക്ക് വരൂ റസൂലിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ അവർ പറയും സമഇനാ വഅത്വഇനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അപ്പം അല്ലാഹ് രണ്ടും വേർതിരിച്ചാണ് പറഞ്ഞു. മുനാഫിഖീങ്ങൾ പറയും ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷെ സംഗതിക്ക് വിളിച്ചാലോ ഓരെ കിട്ടൂല, ഒരു മുഅ്മിനീങ്ങളല്ല. മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ പറയുക സമഇനാ വഅത്വഇനാ എന്നാണ് പറയുക. അവരാണ് വിശ്വാസികൾ, വിജയിക്കുന്നവർ. അപ്പം ഉള്ളിൽ ഈമാൻ കൊണ്ട് പറഞ്ഞാൽ പോരാ, ആ ഈമാൻ ബാഹ്യമായി പ്രകടമാകണം, അമൽ കൊണ്ട് പ്രകടമാകണം. അതുകൊണ്ടാണ് അഹ്ലുസുന്നക്ക് ഈമാന് 3 നിബന്ധന പറഞ്ഞത്. ഉള്ളിൽ വിശ്വാസം വേണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യണം. അതാണ് ഈമാൻ. അപ്പോഴേ ഈമാനാവുള്ളൂ. ഇഅ്തിഖാദുൻ ബിൽ ഖൽബി, കൽബി കൊണ്ട് ഉള്ള വിശ്വാസം. വഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം. വഅമലുൻ ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള അമൽ. ഇത് 3 നോക്കുമ്പോഴാണ് ഒരാളെ ഈമാൻ പരിപൂർണമാകുന്നത്. അമലല്ല ഈമാൻ എന്ന് പറഞ്ഞ മുർജിയാക്കളുണ്ട്. മുർജിയാക്കളെ വാദപ്രകാരം അമൽ ഈമാൻ്റെ ഭാഗമല്ല, അമൽ എന്തായാലും വേണ്ടില്ല. ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്താൽ പ്രശ്നമില്ല. ഏതുപോലെ കുഫർ ഉണ്ടാകുമ്പോൾ നന്മ ചെയ്താൽ കാര്യമില്ലാത്തതുപോലെ, കുഫർ ചെയ്ത ഒരാൾ നന്മ ചെയ്താൽ കാര്യമില്ലല്ലോ എന്ന പോലെ ഈമാൻ ഉള്ള ഒരാൾ തിന്മ ചെയ്താൽ പ്രശ്നമില്ല. കാരണം അമലും ഈമാനും ബന്ധമില്ല. അതെ, കാഫിർ നിസ്കരിച്ചു ഒരു കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ മുഅ്മിന് ഒരു അനാവശ്യം ചെയ്താലോ അതിന് കുഴപ്പമില്ല. അതാണ് ഓലാസറ്. കാരണം അമൽ ഈമാനുമായി ബന്ധമില്ല, ഈമാൻ സമ്പൂർണ്ണമാണ്. എന്ത് തോന്നിയ ചെയ്താലും ശരി ഈമാന് കോട്ടല്ല, ഈമാൻ ക്ലിയറാണ് എന്നാണ് അവരുടെ വാദം. എന്താ അഹ്ലുസുന്ന പറഞ്ഞതല്ല, ഇത് 3 വെക്കണം. ഈമാനാകണമെങ്കിൽ കൽബിൽ വിശ്വാസം വേണം, നാവ് കൊണ്ടത് പ്രഖ്യാപിക്കണം, അവയവങ്ങൾ കൊണ്ട് അത് അമലായി പ്രകടമായി വരികയും വേണം. അപ്പോഴവരെ ഈമാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈമാൻ 70 ശാഖകൾ എന്ന് പറഞ്ഞത്. ഏറ്റവും അഫ്ളൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാഹ ഇമാതത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കൽ ഈമാനാണെന്ന് പറഞ്ഞത്. ഒരു ഹയാ ഉശുബത്തുൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. നഫൽ ഈമാന അമ്മൻ തവല്ല അൻ തുഅത്തിർ റസൂൽ, റസൂലിന് വഴിപ്പെടുന്നതിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഈമാൻ ഇല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. വാഖ്ബറ, അല്ലാഹ് അറിയിച്ചു, അന്നൽ മുഅ്മിനീൻ, തീർച്ചയായും വിശ്വാസികൾ ഇലാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും സമിഉ വഅത്വഉ, വിധി പറയാനായി അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അവർ കേൾക്കും, അനുസരിക്കും. ഫബയ്യന അന്ന ഹാദാ മിൻ ലവാസിമിൽ ഈമാൻ, അത് ഈമാന്റെ ലാസിമായ കാര്യമാണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അപ്പം അതില്ലെങ്കിൽ ഈമാനില്ല. ഈമാനാകണമോ അത് നിർബന്ധമാണ് ഇത്വാഅത്തുർ റസൂൽ, അള്ളാഹിനെ അനുസരിക്കുക, റസൂൽ അനുസരിക്കുക. അത് ഈമാന് നിർബന്ധമായും ഈമാൻ പൂർത്തിയാവാനുള്ള കാര്യമാകുന്നു എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. വബിഹി യുഅലം, ഈ പറഞ്ഞതുകൊണ്ട് അറിയപ്പെടും, മനസ്സിലാകും, കുഫ്റു മൻ യതറഖസൂന ശരീഅത്തുൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക ശരീഅത്തിനെ കുറവാക്കുന്ന ആളുകൾ അത് കുഫ്റാണ് എന്ന് വ്യക്തമായി. വയസിഫൂനഹ, അവർ പറയും ഇസ്ലാമിക ശരീഅത്തിനെ പറ്റി ബിഅൻഹ ലാ തസ്ലി ഹാദൽ വഖ്തിൽ ഹാദിർ, ഈ കാലത്തൊന്നും പറ്റിയതല്ല ഇസ്ലാം എന്ന് പറയുന്ന ആളുകൾ. ഇസ്ലാം 6-ാം നൂറ്റാണ്ട് കുഴപ്പമില്ല, ഇന്നത്തെ കാലത്തൊന്നും ഇപ്പോൾ ഇസ്ലാം അത്ര പറ്റിയതല്ല എന്ന് പറയുന്ന ആളുകൾ. വഅന്നൽ ഹുദൂദ ശർഇയ്യത ഫീഹാ ഖസ്വത്തുൻ വഹ്ശിയ്യ, ശർഇയ്യായ വിധിവിലക്കുകൾ, ഹദ്ദുകൾ, ശിക്ഷാ നിയമങ്ങൾ അതൊക്കെ കുറച്ച് പരുക്കനാണ്, അത് കാടത്വമാണ് എന്ന് പറയുന്ന ആളുകൾ. കട്ടവനെ കൈമുറിക്കുക, അതേപോലെ വ്യഭിചാരി എറിഞ്ഞു കൊല്ലുക, അതൊക്കെ കുറച്ച് അധികമാണ്, അതൊക്കെ കുറച്ച് ഒരു പരുക്കൻ നിയമമാകുന്നു, ഒരു കാടൻ നിയമമാകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇതൊക്കെ കുഫറാകുന്നു. വഅന്നൽ ഇസ്ലാമ ളലമൽ മർഅത, ഇസ്ലാം സ്ത്രീയോട് അന്യായമാണ് ചെയ്തത് എന്ന് പറയാം. സ്ത്രീയോട് എന്തായാലും നീതി കാണിച്ചിട്ടില്ല, സ്ത്രീയോട് അന്യായം ചെയ്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകൾ
അതും കുഫ്റാണ് എന്ന് ഈ പറഞ്ഞ് മനസ്സിലാകും. ഇലാ ഗൈരി ദാലിക്, ഇതല്ലാത്ത മിൻ മഖാലത്തിൽ കുഫ്രി വൽ ഇൽഹാദ്, കുഫ്രിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അത് കുഫ്റാകുന്നു. നസ്അലുല്ലാഹിൽ ആഫിയത വസ്സലാമ, റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കട്ടെ എന്ന് ശൈഖ് റഹിമഹുല്ലാഹ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇല്ല, അത് സർക്കാർ നിയമമാണ്, ഇസ്ലാമിക നിയമം മാറ്റിയിട്ടില്ല. ഉമർ ഖത്താബ് നടപ്പാക്കി മദ്യപാനിക്ക് 80 അടി, അദ്ദേഹം പറഞ്ഞ അള്ളാഹു നിശ്ചയിച്ച 40 അടി, ഉമറിൻ്റെ വക 40 അടി വേറെ ഏതാണത്, അങ്ങനെ 80. ഇസ്ലാമിന് ഹദ് 40, അതടിച്ചു. ഇനി രാജ്യത്തെ നിയമങ്ങളിലേക്ക് ഒരു 40 വേറെ, അത് രാജ്യത്ത് ഹാക്കിമിൽ നിശ്ചയിക്കാലോ. ഭരണാധികാരിക്ക് ആ നാട്ടിലെ മസ്ലഹത്തിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരാം. ഇപ്പം ജയിലടക്കൽ, ഖുർആൻ ദിവസം ചില ജയിലൊന്നും, ഉമർ ഖത്താബാണ് ജയിൽ നടപ്പാക്കിയത്, അത് മറ്റൊരു രീതിയാണ്. അത് ഓരോരുത്തർക്കും ആ നാട്ടിലും കാലത്തും അനുസരിച്ചുള്ള മസ്ലഹത്ത് എന്താണോ അത് നിശ്ചയിക്കാം. ഇപ്പോൾ വധശിക്ഷ നിശ്ചയിക്കാത്ത സംഗതിക്ക് വധശിക്ഷ നിശ്ചയിക്കാം. അപ്പോൾ മയക്കുമരുന്ന് കടിച്ചാൽ സൗദി അറേബ്യയിൽ വധശിക്ഷയാണ്, അതിപ്പോൾ ഖുർആൻ ഹദീസിൽ ഉണ്ടായിച്ചാലോ ഇല്ല. രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷയാണ് നമ്മുടെ നാട്ടിലടക്കം, രാജ്യദ്രോഹം ചെയ്താൽ വധശിക്ഷയാണ്. അപ്പം അതൊക്കെ ഓരോ നാട്ടിലെയും ഓരോ കാലഘട്ടത്തിലെയും കൂടുതൽ നന്മ എന്താണോ ആ നന്മക്കനുസരിച്ച് വിധി പറയാം, അതുണ്ടാവും. പറ്റും, അതുതന്നെയാണ് അക്ഷരവായന എന്നൊന്ന് പരിഹസിക്കൽ. പ്രമാണങ്ങൾ അപ്പടി നടപ്പാക്കിയാൽ അത് അക്ഷരവായനയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കൽ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. വെച്ച് ഒരാൾ സ്വീകരിച്ച ഹുക്മ് തെറ്റാണെങ്കിൽ അത് പറഞ്ഞെടുത്താൽ മതി. പ്രമാണങ്ങൾ ഒരാൾ മനസ്സിലാക്കിയത് ശരിയല്ലെങ്കിൽ അതങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞെടുത്താൽ മതി. അതിന് പകരം പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരെ പരിഹസിക്കുക, പ്രമാണങ്ങൾ ക്ഷണിക്കുന്നവരെ പരിഹസിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇല്ല, അതായത് അറബി ഭാഷയുടെ പ്രത്യേകത അതാണ് ഖുർആനും ഹദീസും സ്വീകരിച്ചതും. ഒരു പദം പ്രയോഗിച്ചാൽ അത് ബാഹ്യമായി കേൾക്കുമ്പോൾ എന്തർത്ഥമാണോ അറബികൾ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കിയത് അതാണ് ഉദ്ദേശിക്കപ്പെടുക. അതല്ല അവിടെ അർത്ഥം മറ്റൊരർത്ഥമാണ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. രണ്ടർത്ഥം ഉണ്ടാകാം, ഒരു വാക്കിന് രണ്ടർത്ഥം, മൂന്നർത്ഥം, നാലർത്ഥമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു പദം ഉപയോഗിച്ചാൽ ആ പദം ആദ്യം കേൾക്കുമ്പോൾ എന്താണോ അറബികൾക്ക് മനസ്സിലാവുക അതാണ് ഒറിജിനൽ അർത്ഥം വെക്കേണ്ടത്. ഞാൻ അർത്ഥമല്ല ഉദ്ദേശിച്ചാൽ വേറെ അർത്ഥം ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല. വേറെ അർത്ഥത്തിലാണ് പറയണമെങ്കിൽ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കാണാൻ ചില മനുഷ്യന്മാരെ ഫോട്ടോ വെക്കും, ഇവൻ പുലിയാണ് കളി. ഉദാഹരണം പറയാം, പുലിന്ന് കേട്ട നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? 4 കാലും പാലൊക്കെ ഉള്ള സാധനമാണ്. എന്നാൽ ഇത് ബോർഡ് കാണാൻ ആർക്കും തോന്നുക ഇയാൾക്ക് 4 കാലൊക്കെ ഉണ്ടായിക്കണ്, ഇയാൾ പിന്നെ വാല് മുളിച്ചേക്കണ് എന്ന് തോന്നുമോ? ഇല്ല. എന്തുകൊണ്ട് തോന്നൂല? അല്ലെങ്കിൽ അവിടെ ആളെ ഫോട്ടോ ഉണ്ട്, സന്ദർഭ സാഹചര്യം നമുക്കറിയാം, ആ വാചകം അങ്ങനെയാണ്. അപ്പം അതിന് മനസ്സിലായി അവിടെ പുലിനെ എഴുതിയ ഉദ്ദേശം പുലി എന്നല്ല. അതൊന്നുമില്ലാതെ നമ്മൾ പോണേക്ക് അയാളെ കണ്ടു, ആ മനുഷ്യനെ കണ്ടു, ഇത് നമ്മൾ പറഞ്ഞു ഞാൻ ഒരു പുലിനെ കണ്ടു പറഞ്ഞു, അത് പറയാൻ പറ്റില്ല. ആ പുലിനെ കണ്ടു പറഞ്ഞാൽ കേട്ടാക്ക് എന്താ പെട്ടെന്ന് മനസ്സിലാകാം പുലിനെ കണ്ടു എന്നാണ്. അപ്പം അതാണ് സാധാരണഗതി ആ പദം ഉപയോഗിക്കുമ്പോൾ എന്താണോ അതിനെ ബാഹ്യാർത്ഥം ഹഖീഖത്ത് അതാണ് ഉദ്ദേശിക്കപ്പെടുക. ഖുർആൻ ഹദീസും ഇറങ്ങിയത് അറബികളുടെ ഭാഷയിലാണ്. ഖുർആൻ ഹദീസും അറബികളുടെ ഭാഷയിലാണ്. അറബികളാണ് പ്രഥമ സംബോധിതർ. അവർ എന്താണോ മനസ്സിലാക്കിയത് അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. എന്നാൽ ചില സ്ഥലത്ത് ആ അർത്ഥമല്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് അവിടെ തന്നെ അതിന് ഇതേപോലെ എന്തെങ്കിലും ഒരു സന്ദർഭോചിതമായ എന്തെങ്കിലും പദപ്രയോഗം ഉണ്ടാവും. അപ്പം മനസ്സിലാവും അവിടെ ആ അർത്ഥമല്ല. അതാണ് പ്രത്യേകത. അല്ല, അവിടെ നബി തന്നെ വിശദീകരിച്ചു കൊടുത്തു. യഖീൻ അത്താഹുൽ യഖീൻ വഅബ്ദുറബ്ബക്കത്തയ്യതിക്കൽ യഖീൻ. അവിടെ യഖീൻ നബി തന്നെ വിശദീകരിച്ചു, അൽ യഖീൻ അൽ മൗത്ത്. അപ്പം അങ്ങനത്തെ ഉപയോഗിക്കും. അൽ ബഖീൽ, ബഖീൽ എന്ന പിശുക്കെന്നാണ്. നബി പറഞ്ഞു ആരാണ് പിശുക്ക് നിങ്ങൾക്കറിയുമോ? നബി വിശദീകരിച്ചു കൊടുത്തു, എൻ്റെ പേര് കേട്ട് സ്വലാത്തല്ലാത്തവനാകുന്നു. അപ്പം ബഖീൽ എന്നതിന് ഏത് നിഘണ്ടു പോയാലും അങ്ങനെ അർത്ഥം ഉണ്ടാവില്ല. പിശുക്കെന്ന് അർത്ഥം കാണും, നബിയുടെ പേര് കേട്ട് സ്വലാത്തില്ലാത്തവൻ എന്ന അർത്ഥം ഉണ്ടോ ബഖീലിന്? ഇല്ല. അപ്പോൾ ഒറിജിനൽ അർത്ഥമല്ലാത്ത വേറെ അർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചു. അത് നബി തന്നെ വിശദീകരിച്ചു കൊടുത്തു. തെറ്റാണ്, കാരണം അത് വ്യക്തമായി തെളിവിൽ വന്നു. നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്?
പാപ്പരായവൻ ആരാണ്? സ്വഹാബികൾ പറഞ്ഞു, ഒരു ദിർഹമില്ലാത്തവൻ. അതാണ് ഒരിക്കൽ അറിയണ മുഫ്ലിസ്. അപ്പം ഇവരല്ല, അതല്ല, പരലോകത്ത് ഒരുപാട് നന്മയുമായി വരും, അതൊക്കെ മറ്റു പലർക്കും കൊടുത്ത് അവസാനം നരകത്ത് പോകേണ്ടി വരും, അവരാണ് മുഫ്ലിസ്. അതിന് വിശദീകരിച്ചു കൊടുത്തു. അത് ശറ ഉപയോഗിച്ച പ്രയോഗമാണ്. അങ്ങനെ ഉണ്ടാവാം. ലുഗത്തിലുള്ള ഒരു പദത്തിന് ശരീഅത്തിൽ പ്രത്യേക അർത്ഥം കൊണ്ടുവരാം. അപ്പോൾ സ്വലാത്ത്, നിസ്കാരം, സ്വലാത്തിന് പ്രാർത്ഥന അർത്ഥമുള്ളൂ. സ്വലാത്തിന് ഭാഷയിൽ പ്രാർത്ഥന, ഗുണം എന്ന അർത്ഥം. പക്ഷെ ശരീഅത്തിൽ പുതിയ അർത്ഥം വന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ഇബാദത്തിന് സ്വലാത്ത്. അപ്പം ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പാന്നല്ല, നിസ്കരിക്കാൻ പാതന്നെ. അത് ശരീഅത്ത് ആ പദത്തിനെ ഇപ്പോൾ ഉപയോഗിച്ചു പുതിയ അർത്ഥത്തിൽ. അങ്ങനെ ഉണ്ടാകാം. 3 രൂപത്തിൽ യഥാർത്ഥം ഉണ്ടാവും. ഒരു പദത്തിന് ബാഹ്യമായ അർത്ഥം 3 രൂപത്തിലാണ് വരിക. ഒന്ന് ഭാഷയിലുള്ള ബാഹ്യമായ അർത്ഥം, 2 ശരീഅത്തിലുള്ള ബാഹ്യമായ അർത്ഥം. അപ്പം ഇസ്ലാമിൻ്റെ ഭാഷയിൽ മുസ്ലിമീങ്ങൾ പൊതുവെ സ്വലാ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യം മനസ്സിലേക്ക് വരിക നിസ്കാരമാണ്. ഹയ്യ അല സ്വലാ, അസ്സലാത്തു ഖായിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേഗം മനസ്സിലാക്കിയത്. അപ്പം മറ്റേ അർത്ഥം ഇല്ലാത്ത പോലെ ആയിപ്പോയി. 3-മത് ഉറുഫ്. ഒരു നാട്ടിൽ ഒരു പദം കേട്ടാൽ ആദ്യം അർത്ഥം ഉണ്ടാവും. ചിലപ്പോൾ ആ വാക്കിന് അർത്ഥം ഉണ്ടാവില്ല. ആ നാട്ടിൽ ആ കാലത്ത് ആ പദം പറഞ്ഞാൽ അതാ അർത്ഥം. അപ്പോൾ അവിടെ അതാണ് ഹക്കീകത്ത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൊരു വാക്കാണ് തള്ളുക. തള്ളുക നമ്മൾക്ക് സാധാരണ കുറച്ച് കാലം മുമ്പേ തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? പല വണ്ടിയൊക്കെ നിന്നാൽ തള്ളി കൊടുക്കുക, ഗേറ്റ് തള്ളി കൊടുക്കാതെ. ഇപ്പം അതല്ല. ഇപ്പം തള്ളുക പറഞ്ഞാൽ ബടായി വിടൽ വിടുക എന്നാണ്. അപ്പം അങ്ങനത്തെ ആ ജനറേഷൻ, ആ തലമുറ ഓന് തള്ളുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ അർത്ഥം ഏതായിരിക്കും? ആ അർത്ഥമായിരിക്കും. അത് ഉറുഫാണ്, ഇവിടെ നാട്ടു നടപ്പാണ്. ഇവിടെ നാട്ട്. അപ്പം സാധാരണ ഇപ്പോൾ കോടതിക്ക് കേസ് വന്നു, ഒരാൾ നമ്മളെ ചീത്തറിഞ്ഞു, കോടതി കേസ് എന്നാൽ ആ നാട്ടിൽ ആ കാലത്ത് ആ പദം ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന പദമാണോ എന്ന് നോക്കുക. 100 കൊല്ലം മുമ്പേ പദം പറഞ്ഞാൽ ചീത്തയ്ക്കും, ഇന്ന് ആ പദം ചീത്ത ആവണം എന്നില്ല. അപ്പം ആ പറഞ്ഞ കാലത്തും ചുറ്റുപാട് എന്താണോ അത് പരിഗണിക്കും. ഇതാണ് 3 ഹക്കീകത്ത് വരും. ഒന്ന് ലുഗവിയായത്, ശർഈയായത്, ഉർഫിയായത്. അപ്പം ഇതിൽ ശരീഅത്ത് ഉപയോഗിച്ചാൽ ശരീഅത്തിൻ്റെ ഭാഷ പരിഗണിക്കുക. ഖുർആനിൽ വരുമ്പോൾ, ഹദീസ് വരുമ്പോൾ അത് ശരീഅത്തിൻ്റെതാണ്. അതിന് നാട്ടുനടപ്പ്, ആചാരം, ഇവിടെ നാട്ടിൽ സാധാരണ ഉള്ള ഒരു രീതി, അതാണ് അവിടുത്തെ ഉറുഫ്. അപ്പോൾ ആ ഉറുഫാണ് അവിടെ പരിഗണിക്കപ്പെടുക. അത് ആരും ഉപയോഗിക്കുമ്പോൾ, സാധാരണക്കാർ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥം ഖുർആനിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഖുർആൻ അല്ലാഹ് പറഞ്ഞാണ്, ഹദീസ് നബി പറഞ്ഞാണ്. അപ്പോൾ ഖുർആൻ ദിവസം വന്നാൽ അവിടെ ശരീഅത്തിൻ്റെ അർത്ഥമാണ് വെക്കുക. ഭാഷ ആളുകൾ പറഞ്ഞാലോ ഭാഷയിലെ ഹഖീഖത്ത് ബാഹ്യാർത്ഥം എന്താണോ അതാണ് പ്രഥമമായി വെക്കുക. വരും. അപ്പം അർത്ഥം പറഞ്ഞ് ബഖീലാരാണ്? പിശുക്കൻ. പിശുക്കൻ എന്ന് പറഞ്ഞപ്പോൾ ലോകത്ത് എവിടെ ഇല്ല അർത്ഥം. നബിനെ പേരിട്ട് സ്വലാത്തിനകത്ത് അർത്ഥമില്ല. അവിടെ ബഖീന് പൈസ കൊടുക്കാത്ത ആൾക്കാർ പറയാം. പക്ഷെ അതിന് പുതിയ അർത്ഥം നബി പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ പേര് കേട്ട് സ്വലാത്തിനകത്തവനാകുന്നു. അപ്പം ആ ഹദീസിന് അർത്ഥം വെക്കേണ്ടതാണ് ഈ അർത്ഥമാണ്. അത് ഷാരി ഉപയോഗിച്ചു, നബി ഞങ്ങൾ പഠിപ്പിച്ചെന്നു. ശരീഅത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതാണ് അതിനർത്ഥം. അവിടെ മറ്റേ കുറേ ഡിക്ഷണറി കൊടുത്തിട്ട് അറിയാം, ഈ ഡിക്ഷണറി കൊടുത്ത് ബഖീൽ ഇങ്ങനെ അർത്ഥമില്ല, അവിടെ ഈ അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞാലോ അത് പറ്റില്ല. അവിടെ അർത്ഥം പറയേണ്ടത് അല്ലാഹു റസൂലാണ്, ആ റസൂൽ പറഞ്ഞു. അപ്പം അതാണ് അർത്ഥം. അവിടെ അതാണ് ഹക്കീഖത്ത്, അതാണ് ബാഹ്യാർത്ഥം. ഏത് വിഷയത്തിനും അള്ളാഹു സിഫാത്ത് പറയുന്നിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അല്ലാഹു അൽ അർശ് ഇസ്തവ. അപ്പം ഇസ്തവ എന്നുള്ളത് എന്താണ് ലോകത്തിൻ്റെ ബാഹ്യാർത്ഥം? അതവിടെ രൂപം എങ്ങനെയാണ് അല്ലാഹു നമുക്കറിയാം. അവിടെ ആ അർത്ഥമല്ല ഇസ്തൗല എന്നാണ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അതിൽ അർശ് ഇസ്തവ എന്നതിന് അർശിന് അർത്ഥം വെച്ചു, അവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല എന്നാകുന്നു. അങ്ങനെ ആണ് പറയണമെങ്കിൽ 3 നിബന്ധന വെക്കണം. ഒരു വാക്കിന് അതിൻ്റെ ബാഹ്യാർത്ഥം ഒഴിവാക്കി ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ 3 നിബന്ധന പൂർത്തിയാകണം. ഒന്ന്, ബാഹ്യാർത്ഥം ഉദ്ദേശിക്കാൻ പറ്റാതാവണം. ബാഹ്യാർത്ഥം ഉദ്ദേശിക്കാൻ അവിടെ പറ്റൂല. അത് ഉദ്ദേശിച്ചാൽ ഇസ്ലാമിൻ്റെ മറ്റു ചില അടിസ്ഥാനങ്ങൾക്ക് പൊളിയും. അതാണ് 1. 2, ആ പദത്തിന് ഈ അർത്ഥം ഉണ്ടാവണം. 2-മത്തെ അർത്ഥം. ഇപ്പം പുതിയേറ്റ് വെച്ച അർത്ഥം ആലങ്കാരർത്ഥമല്ലോ, ആ അർത്ഥം ഭാഷയിൽ അതിന് ഉണ്ടാകണം. ഇല്ലാത്ത അർത്ഥം വെക്കാൻ പറ്റില്ല. 3-മത് പിന്നെ ഈ ആലങ്കാരിക അർത്ഥം ഉദ്ദേശിക്കാൻ തടസ്സമില്ലാതിരിക്കണം. ആലങ്കാരിക അർത്ഥം വെച്ചാൽ വേറെ ചില അർത്ഥങ്ങൾ പൊളിയുന്നതാണെങ്കിൽ ഈ അർത്ഥം വെക്കാൻ പറ്റില്ല.
ഇത് മൂന്നും പൂർത്തിയാകുന്നിടത്ത് മാത്രമേ അതിന് മറ്റർത്ഥം വെക്കാൻ പറ്റൂ. അപ്പോൾ ഇസ്തവ എന്നതിന് ഇസ്തൗല എന്നർത്ഥം വെച്ചാൽ ഈ മൂന്നും പൊളിയും. കാരണം അലൽ അർഷിസ്തവ എന്നിടത്ത് ഇസ്തവക്ക് ഇസ്തവ എന്ന ആ അർത്ഥം തന്നെ വെക്കാൻ ഒരു തടസ്സവുമില്ല. ഒരു പറഞ്ഞ തടസ്സം എന്താണ്? അപ്പോൾ അള്ളാഹ് സൃഷ്ടികളെ പോലെ ആവൂലേന്നാണ്. ഇല്ല, അതില്ല. രണ്ട്, ആലങ്കാരിക അർത്ഥമായി കൊണ്ടുവന്ന പുതിയ അർത്ഥം ഈ പദത്തിൽ ഉണ്ടാവണമെന്നാണ്. ഇസ്തവ എന്നതിന് ഇസ്തൗല എന്ന അർത്ഥം അറബി ഭാഷയിലില്ല. അറബി ഭാഷയിൽ ഇവിടെയും ഇസ്തവക്ക് ഇസ്തൗല എന്ന അർത്ഥമില്ല. മൂന്നാമത്, ആ പുതിയ അർത്ഥം വെക്കാൻ തടസ്സമില്ലാതിരിക്കണം. ഇവിടെ തടസ്സമുണ്ട്. കാരണം എന്താണ്? അത് അർത്ഥം തന്നെ ഇല്ല. അപ്പം ഈ മൂന്നും പാലിക്കാത്ത വ്യാഖ്യാനമാകുന്നത്. അതുകൊണ്ട് അത് തെറ്റായ, അത് അപ്പോഴാണ് ദുർവ്യാഖ്യാനം എന്ന് പറയാം. ഒരു ആയത്ത് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ മൂന്നും പാലിക്കാതെ പോകുമ്പോഴാണ് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുക. ഇസ്തൗല അധികാരം ചെലുത്തി, ഇസ്തൗല അധികാരം ചെലുത്തിയതാണ്. എന്നെ പഴയ ശരീരത്തിലുണ്ട്, യൂസുഫ് നബിയുടെ കാലത്തൊക്കെ ഉണ്ട്. നബിതങ്ങൾ നടപ്പാക്കിയിട്ടില്ല, നബിയുടെ കാലത്തില്ല. അതെ, ഈ ശരീരത്തിൽ അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. നബി നടപ്പാക്കിയിട്ടില്ല, സുദ്ദീഖ് നടപ്പാക്കിയിട്ടില്ല. ഉമർ ഖത്താബിന്റെ കാലത്താണ് ആ സംവിധാനം വന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതൊക്കെ ഇസ്തിസാഉൻ ബിദ്ദീനാണ്. മതത്തെ കളവാക്കി പരിഹസിക്കൽ കുഫറിന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ബാബോട് കഴിഞ്ഞു. ഇനി ഉമൂറുൻ യഫ്അലുഹാ ബഅദുൻ നാസ് വഹിയ മിനശ് ശിർക്കി ഔ മിൻ വസാഇലിഹി. ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഉമൂർ ചില കാര്യങ്ങൾ, യഫ്അലുഹാ ബഅദുൻ നാസ് ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. വഹിയ മിനശ് ശിർക്കി, അത് ഒന്നുകിൽ ശിർക്കാണ്, ഔ മിൻ വസാഇലിഹി അല്ലെങ്കിൽ വസീയത്തു ശിർക്കാവും, ശിർക്കിന്റെ വസായിൽ, ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികളിൽപ്പെട്ടതാകുന്നു. അത്തരം ചില കാര്യങ്ങളാണ് ഇനിയുള്ള ബാബിൽ പറയുന്നത്. ഒന്നുകിൽ ശിർക്കായ കാര്യം അല്ലെങ്കിൽ വസീലയായ കാര്യം. ഹുനാക അശ്യാഉൻ, ചില കാര്യങ്ങളുണ്ട്. മുതറദ്ദിദത്തുൻ ബൈന ശിർക്കിൽ അക്ബരി വശിർക്കിൽ അസ്ഗരി, വലിയ ശിർക്കിനും ചെറിയ ശിർക്കിനും ഇടയിൽ സംശയത്തിലുള്ള ചില കാര്യങ്ങളുണ്ടാകും. ബിഹസബിമാ യഖൂമു ബിഖൽബി ഫാഇലിഹാ, ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ള നിലപാടനുസരിച്ച് ചിലപ്പോൾ അത് വലിയ ശിർക്കായി മാറും, ചിലപ്പോൾ അത് ചെറിയ ശിർക്കായും മാറും. വമാ യസ്തുറു അൻഹു മിനൽ അഫ്ആലി വൽ അഖ്വാലി, അവനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികൾ, വാക്കുകൾ, ഇതെല്ലാം അനുസരിച്ച് മാറ്റം വരുന്ന ചില സംഗതികളുണ്ട്. ചിലപ്പോൾ അത് വലിയ ശിർക്കല്ലായി മാറും. അയാളുടെ നിലപാടും അയാളുടെ വിശ്വാസം അനുസരിച്ചും ഉപയോഗിച്ച പദമനുസരിച്ചുമൊക്കെ ചിലപ്പോൾ അത് വലിയ ശിർക്കായിരിക്കും, ചിലപ്പോൾ അത് ചെറിയ ശിർക്കായി മാറുകയും ചെയ്യും. അത്തരം ചില സംഗതികളുണ്ട്. വയഖഉ ഫിഹാ ബഅദുൻ നാസ് വസായിദ്, വയഖഉ ഫിഹാ ബഅദുൻ നാസ്, അതിൽ പല ആളുകളും പെട്ടുപോകുന്നുമുണ്ട്. ഖത്ത് തനാഫാ മഅൽ അഖീദത്തി ഔ തുഅക്കിറു സുഫ്വഹാ, ഒന്നുകിൽ അത് അഖീദയ്ക്ക് വിരുദ്ധമായി മാറും, അല്ലെങ്കിൽ അഖീദയുടെ തെളിമയെ അത് ഇല്ലാതാക്കിയെങ്കിലും ചെയ്യും. വഹിയ തുമാറസു അലൽ മുസ്തവൽ ആം, അത് പൊതുവായി നമുക്ക് കാണാൻ കഴിയുന്നു. വയഖഉ ഫിഹാ ബഅദുൽ അവാം, പല സാധാരണക്കാരും അതിൽ പെട്ടുപോകുന്നു. തഅസ്സുറൻ ബിദ്ദജ്ജാലീന വൽ മുഹ്താലീന വൽ മശ്ഊദീന, ആളുകൾക്ക് വസ്വാസം ഉണ്ടാക്കുന്ന ചില ദജ്ജാലുകൾ, അവരുടെ പ്രവർത്തന ഫലമായി സാധാരണക്കാരെ പെട്ടുപോവുകയാണ്. ശിർക്കൽ ആയ സംഗതി ശിർക്കല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആളുകളൊക്കെ വലിയ കാര്യം ചെയ്യും. ആ സാധുക്കളല്ല ഉത്തരവാദികൾ, ഇവർ പറഞ്ഞു പഠിപ്പിച്ചാണ്. അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ അതൊന്നും കുഴപ്പമില്ല, ശിർക്കല്ല, അത് വാഴല്ല, ഇസ്തിഗാസയാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുക. എന്നിട്ട് ആളുകൾ ചെയ്യുക. യഥാർത്ഥത്തിലോ ശിർക്കായ സംഗതിയാണ്. വഖദ് ഹദ്ദറ മിൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതെല്ലാം താക്കീത് ചെയ്തിട്ടുമുണ്ട്. വമിൻ ഹാദിഹിൽ ഉമൂർ, അതിൽപ്പെട്ട കാര്യങ്ങളാണ്. അവ്വലൻ, ഒന്ന്, ലബ്സുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹവിഹിമാ, നൂല് കെട്ടുക, വളയം ധരിക്കുക, അതുപോലുള്ള പലതും. ബി ഖസ്ദി റഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, പരീക്ഷണങ്ങൾ, വിപത്തുകൾ ഒഴിവായി കിട്ടാൻ, അത് നീങ്ങിപ്പോകാൻ ഒക്കെയായി ചില നൂലുകൾ കെട്ടുക, ചില വളയങ്ങൾ ധരിക്കുക, അങ്ങനെ പലതും, ഏലസ്, ഹൈക്കല് തുടങ്ങിയ സംഗതികളൊക്കെ. വദാലിക മിൻ ഫൈലിൽ ജാഹിലിയ്യ, അത് ജാഹിലിയ്യ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു. വഹമിന ശിർക്കിൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാകുന്നു. വഖദ് യതറഖാ ഇലാ ദറജത്തി ശിർക്കിൽ അക്ബരി, എന്നാൽ ചിലപ്പോൾ അത് വലിയ ശിർക്കിലേക്ക് എത്തുകയും ചെയ്യും. ബിഹസബിമാ യഖൂം ബിഖൽബി ലാബിസിഹാ മിൻ ഇഅ്തിഖാദി ബിഹാ, ഇത് ധരിച്ച ആളുടെ കൽബിലെ വിശ്വാസപ്രകാരം. ഒരാൾക്കൊരു വിശ്വാസമില്ല, വെറുതെ മറ്റോ പറഞ്ഞപ്പോഴേ കെട്ടിയതേ ഉള്ളൂ. ഒരുത്തം പറയാൻ എനിക്കിത് കെട്ടിക്കാൻ ആശ്വാസം ഉണ്ടാവും, ഓനെ ആണ് കെട്ടി. അതും
ഇത് വിശ്വസിച്ച് കിട്ടണം ഒരുപോലെ ആവില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ വിശ്വാസം അനുസരിച്ച് ഇതിലേറ്റവും വ്യത്യാസം വരും. ഫൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തുൻ മിൻ സുഫർ. ഒരു മനുഷ്യനെ നബി തങ്ങൾ കണ്ടു, അയാളുടെ കയ്യിൽ ഒരു ചെമ്പിൻ്റെ ഒരു വളയം ധരിച്ചിരിക്കുന്നു. ഫഖാൽ മാ ഹാദാ, ഇതെന്താന്ന് ചോദിച്ചു നബി. ഖാല മിനൽ വാഹിന, അത് വാതരോഗത്തിന് കിട്ടിയതാകുന്നു. വാതരോഗം വന്നപ്പോൾ ഇങ്ങനെ മന്ത്രിച്ച് കിട്ടിയ ഒരു കെട്ടാണ്, ഏലസ് പോലെ. ഫഖാൽ ഇൻസിഹ, അത് അയച്ചാള്. ഫൈനഹ ലാ തസിദുക ഇല്ലാ വഹന, അതുകൊണ്ട് എനിക്ക് വാദം കൂടല്ലാതെ കുറയൊന്നുമില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫൈനക ലൗ മിത്ത വഹിയ അലൈക, ഇത് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കാൻ നീ മരിച്ചാൽ മാ അഫ്ലഹത അബദാ, നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. റവാഹു അഹ്മദ് ബിസനദിൻ ലാ ബഅസ ബിഹി വസഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം വഖറഹു അദ്ദഹബി. അതെ, അപ്പോൾ ശിർക്കായി. അപ്പോൾ 2 വർഷം പറഞ്ഞോടെ 2 വർഷം നബി തങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതുകൊണ്ട് എൻ്റെ വഹന് മാറൂല, കൂടെയുള്ളൂ. 2, ഒരിക്കലും വിജയിക്കാൻ കഴിയുകയുമില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ ഉദ്ദേശത്തെ പറ്റൂല, മോതിരിടാൻ വേണ്ടി ഇടാം. ഈ ഉദ്ദേശത്തിലാണ് മന്ത്രിച്ചു മോതിരാണെങ്കിൽ പറ്റൂല. സോക്കറ്റ് മാറാൻ വേണ്ടി, ബുദ്ധിമുട്ട് ഒഴിവാകാൻ വേണ്ടി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ വിശ്വാസം അനുസരിച്ച് ഓനയിമ കൽബ് താഴ്ലുക്കാവണില്ല, അതിന് പിന്നെ ശിഫ പ്രതീക്ഷിക്കുന്നില്ല, ഓൻ ധരിച്ചതേ ഉള്ളൂ. അപ്പോഴും എന്തുണ്ട്, അതിനോടൊരു താഴ്മപ്പെടലും ഇത് പിന്നീട് മറ്റേക്ക് എത്താനുള്ള നിമിത്തമാലൊക്കെ ഉണ്ട്. ഏനെ ഈ വിശ്വാസപ്രകാരം പറയാം. അതുകൊണ്ടാണ് ഹസ്ബിൽ എഴുത്തിക്കാതുന്നത്, പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ബി ഹസബിൽ എഴുത്തിക്കാതുന്നത്. അവിടെ വിശ്വാസം അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. രണ്ടും വരാം. ഇത് സ്വന്തമായി സഹായിക്കുന്നതാണെങ്കിൽ അതെന്നാലും വലിയ ശിർക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ അള്ളാഹു സബബാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരു സബബായി ഓൻ തെറ്റിദ്ധരിച്ചു ഇത് കിട്ടാൻ സുഖപ്പെടും. കാരണം അള്ളാഹ് അത് ഒരു ഷിഫക്കുള്ള സബബാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തെറ്റായ ധാരണയാണ് വരിക. എന്നുവെച്ചാൽ അള്ളാഹ് സബബാക്കിയിട്ടില്ലെങ്കിലും ഇത് ഷിഫ കിട്ടുന്നതാണെങ്കിലോ അത് വലിയ ശിർക്കായി മാറുകയും ചെയ്യും. അത് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ ഓരോ വിശ്വാസം അനുസരിച്ച് ഇത് വ്യത്യാസം വരുന്നു പറഞ്ഞത്. 2, തഅലീഖു തമാഇമി, തമീമത്തുകൾ കിട്ടുക, ഏലസുകൾ കിട്ടുക. നേരത്തെ പറഞ്ഞ നൂല് വളയുമൊക്കെ ഇത് കുറച്ചുകൂടെ അപ്പുറത്താണ് തമീമത്തുകൾ, ഏലസുകൾ. വഹിയ ഖർസാത്തുൻ കാനത്തിൽ അറബു തുഅല്ലിഖുഹാ അലാ ഔലാദിഹാ, അറബികൾ അവിടെ മക്കൾക്ക് കെട്ടിക്കൊടുത്തിരുന്ന ചില രക്ഷകളാകുന്നു ഈ തമീമത്തുകൾ. ജാഹിലിയ കാലത്തുണ്ട്, നബി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ട്. സാധാരണ അറബികൾ ഓരോ മക്കൾക്ക് കഴുത്തിലും അരയിലും കയ്യിലും ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. യത്തഖൂന ബിഹാ അൽ ഐന, കണ്ണീർ തട്ടാതെക്കാൻ വേണ്ടി അവർ കിട്ടുന്ന സാധനമാണ് പഴയ കാലത്ത്. നബി വരുന്നതിന് മുമ്പ് അറബികൾ കണ്ണീർ രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികളുടെ ശരീരത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലും രക്ഷകൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പേരിൽ അല്ലാഹു തആല അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കും എന്ന് അവർ അന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ വഖത്തക്കുന തമാഇമു, ഈ തമീമത്തുകളാവാം മിൻ ഇളാമിൻ വമിൻ ഖർസിൻ വമിൻ കിതാബത്തിൻ വഗൈരി ദാലിക. ചിലപ്പോൾ എല്ലുകൾ കിട്ടുന്ന ചില ആളുകൾ, എല്ല് മൃഗത്തിനൊക്കെ എല്ലുകൾ കിട്ടുന്ന ആളുകളുണ്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ രക്ഷാബന്ധനങ്ങൾ കിട്ടുന്ന ആളുകളുണ്ട്. എഴുതി വെക്കുന്ന ആളുകളുമുണ്ട്. വലിയ എഴുതിയിട്ട് ചില കാവലിന് വേണ്ടി ചില മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ട് പേപ്പറിലാക്കിയിട്ട് കിട്ടുക. അതിനപ്പുറം മാറ്റി ഏലസ് പറഞ്ഞത് അതിനുള്ളിൽ സാധാരണ ഉണ്ടാവും ഒരു ചെറിയ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിനുള്ളിലാക്കിയിട്ടാണ് ഏലസ് കിട്ടുക. അതാണ് ഒറിജിനൽ ഏലസ്. പിന്നെ ഏലസ് തട്ടിപ്പ് വേറെ ഉണ്ടാവും. ഏലസിന് തട്ടിപ്പാണ്, അതിനുള്ളിൽ വേറെ തട്ടിപ്പുണ്ടാവും. ഒന്നുമില്ലാതെ വെറുതെ ഏലസ് കെട്ടി കൊടുക്കുന്ന വ്യാജസിദ്ധന്മാരുണ്ടാവും. ഒരു ശൈത്താനും പറ്റിക്കാണ്. മറ്റോ ശൈത്താനെ പൂജിച്ച് പ്രീതിപ്പെടുത്തി ഓരോ സഹായം വാങ്ങിയിട്ടാണ് ഓൻ ചെയ്യണത്. ഇപ്പം അതിനൊന്നും പോകണില്ല. ഓനെ എങ്ങനെ വൈകുന്നേരം പുറത്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മതി. ഓൻ പുറത്ത് അവിടെ ഇരിക്കും, മന്ത്രിച്ചിട്ടുണ്ടാവും, ഊതിയിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഓൻ പുറത്ത് കൊടുത്ത് അത് കിട്ടിയാൽ മതി. അറിയും ആ സാധനം 500 കൊടുത്ത് പോവുകയും ചെയ്യും. ശരീര വഞ്ചനാണ്. അപ്പോൾ ശൈത്താൻ ചിലപ്പോൾ ഓനെ സപ്പോർട്ട് ചെയ്യാം, ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. ശൈത്താനെ സംബന്ധിച്ചപ്പോൾ ആരെങ്കിലും ഒരുത്താൻ ശിർക്ക് എത്തിയാൽ മതി. അപ്പം ഇനി വ്യാജ ഏജൻസിയിലും വേണ്ടില്ല, സംഗതി നടക്കുന്നുണ്ടല്ലോ, അത് മതി നിലയ്ക്ക് ശൈത്താൻ ചിലപ്പോൾ ഓനെ സപ്പോർട്ട് കൊടുക്കും. അതത് സംഭവിക്കുന്നത്. ലക്ഷ്യം ഒന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരാം. വഹാദാലായ ജ്യൂസ്, ഇതൊന്നും ജായിസായ കാര്യമല്ല. അതാ വഖദിയകുനു മുഅല്ലഖ് മിന ഖുർആൻ, ചിലപ്പോൾ കിട്ടുന്ന ഖുർആനാകും. ഫൈദാകാന മിന ഖുർആൻ, ഇത് ഖുർആൻ ആണെങ്കിൽ ഫഖദ് ഇഖ്തലഫ ഉലമാ ഫി ജവാസിഹി വഅദമി ജവായിസിഹി, ഇത് ജായിസാണോ അല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വറാജിഹു, പ്രബലമായ അഭിപ്രായം അദ്മു ജവാസിഹി,
അത് ജായിസല്ല എന്നാണ്. എന്തുകൊണ്ട്? ഒന്ന് സദ്ദല്ലി, ഒരു പഴുതടക്കുവാനായി. ഖുർആൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികം കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ വ്യത്യാസം പോകും, പിന്നെ അവിടെ എന്തും കെട്ടതാവും. ഫൈൻ ഹുയുഫ് ലീലാത്ത ഖുർആൻ, പിന്നെ ഖുർആൻ അല്ലാത്ത കിട്ടുന്നതിലേക്ക് അത് എത്തിക്കും. ഖുർആൻ കിട്ടിയപ്പോൾ ഓരോ പുതിയ അരസ് മറ്റൊരു പാടിച്ച അപ്പം എൻ്റെ അരസ് ശിർക്കാണ്, എൻ്റെ അരസ് കുഴപ്പമില്ല എന്നാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, അതങ്ങനെ കോലം മാറിപ്പോവും. അപ്പം അത് പറ്റൂല. ആ വഴി അടക്കുവാനായി ഖുർആനായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അതൊന്നും ജായിസല്ല. അതാണ് പ്രബലാഭിപ്രായം. അതാണ് പുസ്തകം. അത് വരും നിങ്ങൾക്കറിയാം. തമീമത്ത് ചില മന്ത്രങ്ങൾക്ക് പോലും ചില നിബന്ധനയുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ തന്നെ അനുവദനീയമാവാൻ ചില നിബന്ധനയുണ്ട്. ഒന്ന്, ഈ മന്ത്രം അല്ല എന്നെ കാക്കുന്നത്, അള്ളാഹുവാണ് കാക്കുന്നത് എന്ന് വേണം. ഇത് ചെല്ലുക പിന്നെ ബേജാറില്ല എന്നല്ല. ഇത് പഠിച്ച റബ്ബിനോട് കാവൽ കിട്ടാനുള്ള ചില ദുആകളാണ്, റബ്ബാണ് കാവൽ നൽകുന്നത് എന്നാണ് വിശ്വസിക്കേണ്ടത്. രണ്ട്, അറബി ഭാഷയിലോ അർത്ഥമറിയുന്ന ഭാഷയിലോ ആയിരിക്കണം. എന്താ ചെല്ലുന്നത് ആർക്കും അറിയില്ല. ഓന്തൊക്കെ ചൊല്ലി പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ ഉത്തരക്കുന്നുണ്ട്, അത് പറ്റൂല, അങ്ങനത്തെ പറ്റൂല. ഓങ്ങനെ കുറേ ചൊല്ലി പറയുക, നമ്മൾ അവസാനം കേട്ടിട്ട് പോരുക, അത് പറ്റൂല, അത് പാടില്ല. ഒന്നുകിൽ അറബിയിലാകുമ്പോൾ ഖുർആൻ ദിവസം വന്നതായിരിക്കും, അല്ലെങ്കിൽ അർത്ഥം അറിയുന്ന ഭാഷയിൽ, അപ്പോൾ എന്താ ചെല്ലുന്നത് മനസ്സിലാവും, അല്ലാത്ത പറ്റൂല എന്നൊക്കെയാണ്. അപ്പോൾ റുഖിയ്യക്ക് പോലും സ്വന്തമായി തഹ്സീറുണ്ട്, സ്വാധീനമുണ്ട്, വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ റാഖിക്ക് ഏതായാലും പറ്റൂല. അതുകൊണ്ട് റാഖിനെ പിന്നാലെ പോകുമ്പോൾ മന്ത്രിക്കാൻ പറ്റിയ ആരുണ്ടോ, റുഖിയ നടത്താൻ പറ്റിയ ആരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അയാളെത്തുകാണ് മനസ്സ് ബന്ധിക്കുക. അയാൾ ചെയ്താൽ ശരിയാവും, അയാളത്ത് പോയാൽ മതി, ഇയാൾ കണ്ടാൽ മതി, അയാളെന്തോ ഇതിന് വലിയ ആളായിട്ട് അടക്കുക. അപ്പം അയാൾക്ക് ഇതിന് സ്വാധീനം ഉണ്ടെന്ന് വരും, അത് പറ്റില്ല. റുഖിയ്യക്ക് പോലും സ്വന്തം തഹ്സീറിന് പറ്റില്ലെങ്കിൽ ഇയാളെ പറ്റുന്നല്ലോ. പടച്ച റബ്ബിനാണ് കൽബുമായ പ്രബന്ധങ്ങൾ അള്ളാഹ് ഷഫിയാക്കുക. അതിന് അള്ളാഹ് നിശ്ചയിച്ചതാണ് ഈ മന്ത്രങ്ങൾ, ഈ ദുആകൾ, ഈ ഖുർആൻ ആയത്തുകൾ എന്ന് വിചാരിക്കാന്നല്ലാതെ. അല്ലെങ്കിൽ എന്തുണ്ടാകുക, സമസ്തക്കാലം കുറച്ച് തങ്ങന്മാരത്ത് പോകും, അല്ലാത്തവനോ ഇതൊന്നും അല്ലാത്ത വേറെ കുറച്ച് ആൾക്കാരത്ത് പോകും എന്ന് വരും, അത് പറ്റൂല. അപ്പം കൽബ് റബ്ബിൽ നിന്ന് വിട്ടു ഇതിലേക്കായി. ഉമർ ഖത്താബ് ഖാലിദ് ബിൻ വലീദിനെ മാറ്റിയല്ലോ യുദ്ധരംഗത്ത്. ഖാലിദ് ബിൻ വലീദ് സൈനിക നായകനായിരുന്നു. ശക്തമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമർ ഖത്താബിൻ്റെ എഴുത്ത് വന്നു, സേനാനായക സ്ഥാനത്ത് നിങ്ങളെ മാറ്റിയിട്ടുണ്ട്, പകരം ഇന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പതാക കൈമാറണം. ഖാലിദ് വലീദ് നേരെ അയാളെ അന്വേഷിച്ചു, അയാൾ ബാക്കിലുണ്ട്, വരാൻ പറഞ്ഞു, കത്ത് കാണിച്ചെടുത്തു, കൊടി പിടിച്ചോളിയാണ്, കൊടി കൊടുത്തു. നേരെ അദ്ദേഹത്തെ ബാക്കിലേക്ക് ഖാലിദ് വലീദ് മാറുന്നു. അതേ യുദ്ധം തുടർന്നു. ഖാലിദ് വലീദിന് ഒന്നും തോന്നിയില്ല. പിന്നെ ഉമർ ഖത്താബ് വിശദീകരിച്ചു. ഉമർ ഖത്താബ് പിന്നെ പറഞ്ഞു, എനിക്ക് ഖാലിദിനോട് യാതൊരു വെറുപ്പുമില്ല, പക്ഷെ ആളുകൾ ഖാലിദിൽ അവലംബിക്കുന്നതായി കാണുന്നു, അള്ളാനെ മറക്കുന്നവർക്ക് സംശയം. എന്താ ബേജാറില്ല, ഖാലിദ് ഉണ്ടല്ലോ, നമുക്ക് പേടിക്കാനില്ല, നമ്മളിപ്പോൾ ഖാലിദ് ഉണ്ട്, ഇനി ബേജാറില്ല. അപ്പം ആളുകൾ അള്ളാനെ വിട്ടിട്ട് ഖാലിദിൽ അവലംബിക്കുന്നവർക്ക് സംശയമുണ്ട്, അത് സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഖാലിദിനെ മാറ്റിയത്. കണ്ടോ, അതാണ് പോലെ സൂക്ഷ്മത. അപ്പം നമ്മളൊക്കെ പറയലോ, മറ്റാളുണ്ട് ഇനി വീടില്ല, ഇയാളുണ്ടാ ഇനി പേടിക്കാനില്ല, അത് ശിർക്കായിട്ടൊന്നല്ല. പക്ഷെ പടച്ച റബ്ബിനെ മനസ്സുകൊണ്ട് അവലംബിക്കുക എന്നതിൽ ചെറിയൊരു കുറവ്, ഇതൊരു സബബാണ്, കാരണമാണെന്നൊക്കെ അറിയുമെങ്കിലും ആൾക്ക് അയാൾ ഇനി പേടിക്കാനില്ല, അയാളുണ്ടല്ലോ എന്ന് തോന്നൽ വരുന്നുവെങ്കിൽ ആ തോന്നൽ പോലും ഇല്ലാതാക്കിയതാണ് സ്വഹാബത്തിൻ്റെ മാതൃക. ആണിപ്പോൾ സ്വഹാബികൾ അങ്ങനെ വിശ്വസിക്കുള്ളല്ലോ. എന്നാൽ പോലും ഒരു വലിയ ഒരു വസീല. കാരണം അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ ഖാലിദില്ല എന്ന് വന്നാൽ ആൾക്ക് ചിലപ്പോൾ ധൈര്യം കുറയും. അപ്പോൾ ഇന്നലെ കഴിഞ്ഞതൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇതിനിപ്പോൾ ഖാലിദ് ഇല്ല, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? അപ്പം അള്ളാഹുവിനെ വിടൽ വരും, കൈവിട്ടു പോകും. ബദറിൽ മലക്കൾ ഇറക്കിയപ്പോൾ അല്ല പറഞ്ഞില്ലേ, ബദറിൽ മലക്കൾ ഇറക്കിയല്ല, ആദ്യം 1000 ഇറക്കി, പിന്നെ 3000 ആക്കി. പിന്നെ മുസ്ലിമീങ്ങൾക്ക് ഒരു വാർത്ത വന്നു, അവിടുന്ന് മക്കത്തു നിന്ന് ഒരു അഡീഷണൽ സൈന്യം പുറപ്പെട്ടിട്ടുണ്ട്. അബൂ സുഫ്യാനും സൈന്യത്തിനും സഹായിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് പുതിയൊരു ടീം കൂടി വരുന്നുണ്ട് എന്നൊരു വാർത്ത മദീനത്തേക്ക് എത്തി. അപ്പോൾ സ്വഹാബിക്ക് ബേജാർ, പഠിച്ചാലും ഇന്ന സംഘം പേരാണോ, നമ്മൾക്ക് പിടിച്ചേക്കാൻ കഴിയില്ലേ? അള്ളാഹ് ആയത്തിറക്കി, അവർ അങ്ങനെ പെട്ടെന്ന് വരികയാണെങ്കിൽ 5000 മലക്കൾ ഞങ്ങൾക്ക് തരാം. അടുത്ത ആയത്തെന്താണ്? വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാലക്കും വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിലോ സഹായം പഠിച്ചോണ്ടിരിക്കുന്നതാവുന്നു. 5000 മലക്കൾ ഇറങ്ങി യുദ്ധം തോൽക്കാൻ അല്ല വിചാരിച്ചെങ്കിലോ തോൽക്കും. അപ്പം മലക്കൾ ഇറങ്ങി ഇനി പേടിക്കാനില്ലാന്ന് അങ്ങനെ വിചാരിക്കണ്ടാന്ന്, സഹായം പഠിച്ചവനാണ്. ഉഹദ് മലക്കൾ ഇറങ്ങിയിട്ടില്ല, ബാക്കി ഒരു യുദ്ധത്തിലും മലക്കൾ ഇറങ്ങിയിട്ടില്ല. മലക്കൾ ഇറങ്ങിയെന്ന് അല്ല പ്രത്യേകം എടുത്തു പറഞ്ഞത് ബദറിൽ മാത്രമാണ്.
മറ്റൊരുത്തും മലക്കുകൾ ഇറങ്ങാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായോ? അപ്പം മലക്കുകളല്ല ഞങ്ങൾ അവലംബിക്കേണ്ടത്. അവലംബം അപ്പോഴും പഠിച്ചോ. പിന്നെ എന്തിനാണ് മലക്കുകൾ ഇറക്കിയത്? അള്ളാഹ്ക്ക് ഇവിടെ സഹായിക്കാൻ മലക്കുകൾ ഇറക്കണ ആവശ്യമുണ്ടോ? ആദ്യം 1000 ഇറക്കി, പിന്നെ 3000 ഇറക്കി, ഞാൻ അവിടുന്ന് എക്സ്ട്രാ ആൾ വരികയാണ്, ഞാൻ 5000 ആൾ ഇറക്കുക എന്ന് പറഞ്ഞ ആവശ്യം അള്ളാഹ്ക്ക് ഉണ്ടോ? അള്ളാഹ്ക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹു തആല ഒരു ഫെയിലും ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ആശ്രയിച്ചുകൊണ്ടാണ് അള്ളാഹ് മഖ്ലൂഖിനെ പോലെ ആയി. അള്ളാഹ്ക്ക് ഒന്നിനെയും ആശ്രയമില്ല. അള്ളാഹ് സ്വമതാണ്, ഒന്നിനെയും ആശ്രയിക്കുകയില്ല. എല്ലാവരും അള്ളാഹിനെ ആശ്രയിക്കുന്നു. അപ്പം മലക്കിനെ ഇറക്കിയത് അള്ളാഹ്ക്ക് അവിശ്വാസികളെ പരാജയപ്പെടുത്താൻ മലക്കിനെ ഇറക്കേണ്ട ആവശ്യം വന്നിട്ടല്ല. അത് ആവശ്യമില്ല. ഇനി മാത്രമല്ല, മുസ്ലിങ്ങൾ യുദ്ധത്തിന് വരുന്നത് ഓരോ യുദ്ധത്തിന് തന്നെ അള്ളാഹ് തീരുമാനിക്കാവുന്ന പോലെ വിശ്വാസികൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹ് അതിലൊക്കെ ചില നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. ചില ഹിക്മത്ത് അള്ളാഹു തആലക്ക് ഉണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് മലക്കിനെ ഇറക്കിയതും. അപ്പം നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്കത് സന്തോഷ വാർത്ത ആയി കിട്ടും. അതാണ് ഉള്ളൂ. അല്ലാതെ അത് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം പടച്ച റബ്ബിൽ നിന്ന് മാത്രമാകുന്നു. അള്ളാഹിന്റെ കലാമാണ്, അത് പറ്റും. അള്ളാഹിന്റെ കലാമിനോട് കാവൽ തേടി അള്ളാഹിനോട് കാവൽ തേടലാണ്. എന്ന് പറഞ്ഞ കലിമാത്ത് അള്ളാഹിന്റെ സിഫത്താണ്. അത് അള്ളാഹിന്റെ കാവൽ തേടുമ്പോൾ തന്നെയാണ്, മഖ്ലൂഖല്ല. അതെ, അവിടെ പ്രശ്നം, അവിടെ മഖ്ലൂഖായി വന്നു, അവിടെ മഖ്ലൂഖായി. മറ്റത് അള്ളാഹിന്റെ സിഫത്ത് കൊണ്ട് അവന്റെ നാമങ്ങൾ കൊണ്ട് കാവൽ തേടുമ്പോൾ അത് പഠിച്ചതോട് തന്നെയാണ് കാവൽ തേടുന്നത്. ഔദു ബി കലിമാത്തില്ല എന്ന് പറയാം, ഔദു ബി ഖുദ്റതിക വ ഇസ്സതിക എന്ന് പറയാം. അതൊക്കെ എന്താണ്? പഠിച്ചവരോട് കാവൽ തേടുന്നു എന്നതിനാണ് അർത്ഥം. ബിറഹ്മതിക അസ്തഗീസ് എന്ന് ഹദീസിൽ വന്നു, റഹ്മത്തോട് ഇസ്തിഗാസ ചെയ്യുന്നു. അത് അള്ളാഹുവിനാണ്. അതെ, അപ്പം നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ആൾബലങ്ങൾ ഇതൊന്നുമല്ല. അതാണ് ഹുനൈൻ അള്ളാഹ് പറഞ്ഞത്, ഇത് അഅജബതുക്കും കസ്റതുക്കും, നിങ്ങൾ ആധിക്യം നിങ്ങൾ അത്ഭുതപ്പെടുത്തി. ഹുനൈനിക്ക് പോകുമ്പോൾ 10,000 ആളുണ്ട് മുസ്ലിമീങ്ങൾ. അപ്പോൾ ഒരിക്കലും തോന്നി ഇന്നെന്തായാലും നമ്മൾ ജയിക്കും, നമ്മൾ 10,000 ആളുണ്ട്, അന്ന് തോറ്റു. അപ്പം ആൾബലമല്ല, ആൾ കൂടിയാലോ കുറഞ്ഞാലോ സഹായം ഉണ്ടാവില്ല. കൂടിയാലും ഉണ്ടായിക്കൊള്ളില്ല, കുറഞ്ഞുകൊണ്ട് ഉണ്ടാവില്ല സഹായം. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. അപ്പം അത് മറക്കുന്ന വല്ല വാക്കും വരുമ്പോൾ അത് പറ്റും. അപ്പം ഏത് സെറ്റിയപ്പോൾ അതാണ്ടാല് സംഗതി അള്ളാഹിനൊക്കെ വിശ്വസിച്ച് ഒക്കെ ശിവയ്ക്ക് വേണ്ടിയാണോ എന്നൊക്കെ വിചാരിച്ചാലും പിന്നെ ഓന് ധൈര്യം ഇതിമിലായി മാറും. പേടിക്കാനില്ല, എന്തവിടെ ഉണ്ട്. ആ 7 സംഘാൽ നഷ്ടപ്പെട്ടു പോയാലോ ഒരാകെ ബേജാറായി. പെരിയൊന്ന് കുപ്പായം കഴിച്ച് നോക്കുമ്പോൾ 7 കാണാനില്ല, ഒരാകെ പേടിച്ച് ബേജാറായി. പിന്നെ ഞാൻ അത് അടുത്ത് കിട്ടുമ്പോഴേ ഓന് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ തവക്കുലൈമക്ക് വരികയാണ്. കൽബിൻ്റെ ബന്ധം ഇതിലേക്ക് വരുന്നു. അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ സാരല്ല, അത് മാറിക്കോളും. ഓടെ താലൂക്ക് അവിടെയാണ്, ആ തങ്ങൾ പറഞ്ഞേക്കണ്, ഇനി പേടിക്കാല്ല. മൂപ്പര് പറഞ്ഞാൽ പിന്നെ എന്തായാലും ഉണ്ടാവും. അവിടെ താലൂക്ക് വരെ അള്ളാഹുവിലേക്കല്ല. അള്ളാഹ് കൊടുത്ത കഴിവ് ഓൻ പറയുന്നുണ്ടെങ്കിലും കൊടുത്ത അള്ളാഹുവിലേക്കല്ല തവക്കുല്. ഈ നൽകപ്പെട്ടു എന്ന് ഇവൻ വിചാരിക്കുന്ന ആളിലേക്കാണ് ഇവന് എഴുത്തിമാത്, മനസ്സിൻ്റെ ബന്ധം വരുന്നത്. അത് പറ്റൂലാന്ന്. അപ്പം കൽബിൻ്റെ ബന്ധം എപ്പോഴും പടച്ച റബ്ബിനോട്. അപ്പം അള്ളാഹ് നിശ്ചയിച്ച അസ്ബാബുകളെ സ്വീകരിക്കുമ്പോഴും ഇത് അസ്ബാബ് മാത്രമാണ് എന്ന് വിശ്വസിക്കണം എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, അസ്ബാബുകൾ സ്വീകരിക്കാം, അസ്ബാബിൽ തവക്കുല് പറ്റൂല. തവക്കുൽ അള്ളാഹുവിനോട്. അസ്ബാബിൽ എഴുത്തിമാതില്ല, അവലംബിക്കതില്ല. അസ്ബാബ് ഉപയോഗപ്പെടുത്താം. അത് അള്ളാഹ് നിശ്ചയിച്ച ഒരു സബബ് മാത്രമാകുന്നു എന്നേ വിചാരിക്കാവൂ. അതിനപ്പുറം ഇതുകൊണ്ടാണ് മാറുന്നത്, ഇതാണ് ശരിയാക്കി തന്നത് എന്നാണെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഈമാനെ ബാധിക്കും. അതാണ് ഇതൊക്കെ പിന്നെ വിലക്കപ്പെടാൻ കാരണം. ഒക്കെ തന്നെ ജോലിയും ഒക്കെ തന്നെ ആ ജോലിയിലുള്ളതാണ് ഞാൻ ജീവിച്ചു പോണത്, അത് പറയാൻ പറ്റില്ല. അതിനേക്കാളും വലിയ ജോലികൾ തന്നെ ഇവിടെ ഇറങ്ങാറായിരിക്കണില്ലേ? അതുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും ഇല്ല. അതൊക്കെ അസ്ബാബുകൾ മാത്രം. ഞാൻ അന്ന് പഠിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ഇവിടെ വൈകുന്നേരക്കുണ്ടാവും. നമ്മളെക്കാളും പഠിച്ച് PhD ഞാൻ മേലെ എടുത്തിട്ട് ഓരപ്രാന്തം വിട്ട് എടുക്കുന്നുണ്ടാവും. അതൊന്നും അല്ല. നമ്മളത്ര ഒന്നും പഠിക്കാത്ത സ്കൂളിൽ പോകാത്ത മനുഷ്യന്മാരുണ്ടാവും ഇവിടെ ഭയങ്കര ഹൈ ലെവലിൽ ജീവിച്ചു പോകണ്ടാവും. അതൊക്കെ റബ്ബ് ഓരോരുത്തരെ നിമിത്തങ്ങൾ വെക്കുന്നതേ ഉള്ളൂ. ആ അനുവദനീയമായ ഹലാലായ നിമിത്തങ്ങളെ ഉപയോഗപ്പെടുത്താം. അതിൽ നമ്മൾ അവലംബിച്ചുകൂടാ. അവലംബം പടച്ച റബ്ബിനെ. ഇത് റബ്ബ് നമ്മോട് ചെയ്യാൻ പറഞ്ഞു, ഉപയോഗിക്കാൻ പറഞ്ഞു, അത് ഉപയോഗിച്ചു, ഹലാസ്. അത് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിലും റബ്ബ് എന്താണോ കണക്കാക്കിയത് അതുണ്ടാകും. റബ്ബ് ഉപയോഗിക്കാൻ പറഞ്ഞു, നമ്മൾ ഉപയോഗിച്ചു. അതാണ് ഫൈദ ഉസൈബ ബരി അബി ഇബ്നില്ല. രോഗം വന്ന ചികിത്സിക്കുവീൻ. ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ബരി സുഖപ്പെടും ബി ഇബ്നില്ല. അതാണ് ഇതിന് പ്രകാരം. അതാണ് ഇതിനില്ലെങ്കിലോ എത്ര മരുന്ന് കുടിച്ചാലും രോഗം മാറൂല. ശരിയായ ചികിത്സ കിട്ടി, പക്ഷെ രോഗം മാറൂല. ഇതേ മരുന്ന് കുടിച്ചപ്പോൾ ഇതേ സോക്കിലുള്ള 100 ആൾക്ക് മാറിയിട്ടുണ്ടാവും, ഇവന് മാറുന്നില്ല.
അതേ ഡോക്ടറെ അടുത്ത് വന്നു, അതേ മരുന്ന് കഴിച്ചു, അതേ രോഗമുള്ള എത്രയോ മനുഷ്യന്മാർ സുഖപ്പെട്ടു, ഇവന് സുഖപ്പെട്ടിട്ടില്ല. അപ്പം മരുന്നോടാണ് സുഖപ്പെട്ടെങ്കിൽ ഇവനും പറഞ്ഞേ. അള്ളാഹു തലയാണ് ഷാഫി. അത് ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക എന്ന് പറഞ്ഞു. അത് അള്ളാഹ് സബബാക്കി നിശ്ചയിച്ചു. പക്ഷെ അത് പറയണം, എന്നാലും പറയണം. തേൻ കുടിച്ചു, ഇനിയിപ്പോൾ ആ സംഭവം ഉണ്ടല്ലോ, സഹാബിക്ക് തേൻ കൊടുത്തു, 3 വർഷം കൊടുത്തു, മാറിയില്ല. നാളെ നബി കൊടുത്തു, അപ്പം മാറി. ഇനി അതിലും മാറിയില്ലെങ്കിലോ? അതിലും മാറിയിട്ടില്ലായിരിക്കുക. അപ്പോഴെന്താ ഉണ്ടാവുള്ളൂ? സ്വതക്കല്ല. അല്ല പറഞ്ഞത് ശരിയാണ്, അവൻ്റെ വയറിനെന്താ കുഴപ്പമുണ്ട്? 3 വർഷം കൊടുത്താൽ മാറിയില്ലല്ലോ. നബി എന്താ കാരണം പറഞ്ഞത്? സ്വതക്കല്ല വകദബ ബത്നു അഖീക്. അല്ല പറഞ്ഞ സത്യമാകുന്നു. കാരണം ഫീ ഷിഫാഉ ലിന്നാസ്, അത് സത്യമാണ്. എൻ്റെ സഹോദരൻ്റെ വയറിനാകുന്ന പ്രശ്നം എന്നാണ്. ഇനി 4ാമത് കൊടുത്തപ്പോൾ നബി കൊടുത്തപ്പോൾ മാറിയിട്ടില്ലെങ്കിലോ? അപ്പോഴും അത് തന്നെയാണ്. അപ്പോഴും ആയത്ത് തെറ്റൂല, ആയത്ത് ശരിയാണ്. പക്ഷെ അത് ഫലപ്പെടാതിരിക്കാൻ പറ്റുന്നെങ്കിലും ഒരു തടസ്സമുണ്ടാവാം. ഒന്നുകിൽ അള്ളാഹു അയാളെ ഷിഫ ഉദ്ദേശിച്ചിട്ടില്ല, ആ മനുഷ്യൻ അള്ളാഹുത്തെ ഷിഫ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞാൻ എത്ര കുടിച്ചാലും മാറിക്കോളുന്നില്ല. അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവും, അതുകൊണ്ട് മാറണമെന്നില്ല. അപ്പം ഇതൊക്കെ അസ്ബാബുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ കൽബ് പോകും. ഈ വക ഇപ്പം മരുന്നുടിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. മരുന്നുടിക്കുമ്പോൾ ഓന് മരുന്നിനേ ഉള്ളൂ, അതേ മനസ്സല്ല ഏലസിട്ടുമ്പോൾ. അവിടെ ഓനെ കൽബതുമായി കണക്ഷനാകുന്നുണ്ട്. അത് പിന്നീട് മെല്ലെ 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 അതിലേക്ക് മാത്രമാകും. പിന്നെ ഓന അടുത്ത അസുഖം വന്നാൽ എനിക്ക് അന്ന് അവിടെ പോയിട്ട് മാറിയത്, അവിടെ പോകാൻ. പിന്നെ ഓൻ മറ്റോടൊക്കെ പറയും ജാതങ്ങൾത്തേക്കോ അവിടെ പോയിട്ടാണ് എനിക്ക് മാറിയത്. പിന്നെ ആദ്യം വന്നാൽ പോകാൻ ചിലപ്പോൾ ആദ്യം ദോഴുന്നുണ്ടാകും, കുറേയൊക്കെ ദോഴുന്നത്, പിന്നെയാണ് ഏലസുഖം കിട്ടിയത്. ഇനി 2ാമത് വരുമ്പോഴോ ഓൻ ദോൽക്കാൻ പോലും ഉണ്ടാവില്ല. അത് പ്രശ്നമില്ല, അന്ന് നമുക്ക് അവിടെ പോയിട്ട് മാറി, അവിടെ പോയി വെക്കുക, വേഗം വണ്ടി വിളിച്ചാൽ അവിടെ പോകാം, പിന്നെ അന്നാനെ വിട്ടു. ഇതിലൂടെ സംഭവിക്കും. അതുകൊണ്ടാണ് ഖുർആൻ എഴുതി കിട്ടിയാലും പറ്റില്ലാറുന്നത്. ഖുർആൻ എഴുതി കിട്ടാൻ അള്ളാൻ്റെ കലാമാണ്, അള്ളാൻ്റെ സിഫത്താണ്. എന്നാലും അത് ഓതി ഊതുന്ന പോലെ കിട്ടുമ്പോൾ അത് ഒരു നൂലുമുക്ക് വന്നു, ആ നൂലവിടെ ഉണ്ട്. എന്നാൽ ഖുർആൻ അല്ലേ എന്ന ഭാഗം നോക്കിയാണ് ചില മുൻഗാമികൾ അത് ഇളവ് കൊടുത്തത്. പക്ഷേ സദ്ദല്ലിദരിയ, ഇതിൽ മറ്റേതിലേക്കുള്ള വഴിയാകും, ആ വഴി അടക്കുക എന്ന തത്വപ്രകാരം അത് ജായിസല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഒരു കാരണം അതാണ്. മറ്റൊരു കാരണം വലി അന്നഹു ലാ മുഖസ്സിസ ലിനുസൂസിൽ മാനിഅത്തി മിൻ തഅലീഖി തമാഇമി. ജലസ് കെട്ടാൻ പാടില്ല എന്ന് ഒരുപാട് ഹദീസുകൾ വന്നു. അതിൽ നിന്ന് ഇതിനെ ഒഴിവാക്കാൻ തെളിവൊന്നുമില്ല. പൊതുവേ നബി തങ്ങൾ പറഞ്ഞു ജലസ് പാടില്ല, കെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ശിർക്കില്ലാത്ത ഖുർആനിൽ നിന്ന് കിട്ടിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. നാം മന്ത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, മന്ത്രം പാടില്ല എന്നല്ലോ, മന്ത്രം പാടില്ല, മന്ത്രം ശിർക്കാകുന്നു എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി എന്ത് പറഞ്ഞു? ശിർക്കില്ലെങ്കിൽ മന്ത്രത്തിന് കുഴപ്പമില്ല. ശിർക്കില്ലെങ്കിൽ മന്ത്രത്തിന് കുഴപ്പമില്ല എന്ന പോലെ ഖുർആനാണെങ്കിൽ ഏലസിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാ ഏലസ് പാടില്ല, ശിർക്കാണ് എത്രയോ ഹദീസ് വന്നു. ഒരു സ്ഥലത്തെങ്കിലും ഖുർആനാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ല. അതെ അതെ. അപ്പം അങ്ങനെ തഖ്സീസ് ചെയ്യാൻ വകുപ്പില്ല. അതുകൊണ്ട് പൊതുവേ ഏലസ് പാടില്ല എന്ന് പറഞ്ഞത് എല്ലാം പെട്ടു. ഖുർആനായാലും വേണ്ടില്ല, ഹദീസായാലും വേണ്ടില്ല, അല്ലാത്താലും വേണ്ടില്ല. ഏലസ് പാടില്ല എന്ന് പറഞ്ഞല്ലോ, അത് എല്ലാത്തിനും ബാധകമാണ്. അതാണ് ആമാണ്. ആമും ഖാസും പ്രധാനപ്പെട്ടതാണ്. സാധാരണ ഉപയോഗിക്കുമ്പോൾ ആമായിട്ട് ഉപയോഗിക്കും.